നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ ചിലരെത്തും. തുടക്കത്തിൽ അപരിചിതമായി തോന്നുന്നവർ പിന്നീട് നമ്മുടെ ലോകമായി തന്നെ മാറിയാലോ. അത്തരത്തിൽ പരസ്പരം അഫക്റ്റഡായി മാറിയ രണ്ടുപേരുടെ കഥ പറഞ്ഞ് 2025 പുറത്തിറങ്ങിയ മനോഹരമായ ഒരു പ്രണയകഥയാണ് അറഫ്ത ബൗണ്ട് ബൈ ഫെയ്ത്ത്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഒരു മഴയുള്ള രാത്രിയാണ് കാണിക്കുന്നത്. ഒരു പെൺകുട്ടി തൻ്റെ ഹസ്ബൻഡിനെ വലിച്ചഴിച്ച് ഒരു കുഴിയിലേക്ക് തള്ളിയിടുന്നു. എന്നിട്ട് അവൾ പൊട്ടിക്കരയാണ്. എന്താണ് കാര്യമെന്നൊന്നും കൂടുതൽ പറയുന്നില്ല. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് 187 ദിവസം മുൻപുള്ള ഒരു വൈകുന്നേരം. അതാ നോക്കൂ, ഒരു ബോട്ട് ചുട്ടിയിലൂടെ ഒരു സുന്ദരിയായ പെൺകുട്ടി ഓടി വരുന്നത് കണ്ടോ? അതാണ് നമ്മുടെ ഹീറോയിൻ മിർജാൻ. ഒന്നും കൂടെ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും, വെറുതെ ഓടുകയല്ല, കുറേ പേരിട്ട് ഓടിക്കുകയാണ്. ഓടി അവൾ അവസാനം നേരെ കണ്ട ഒരു ബോട്ടിൽ ഒളിച്ചു കിടക്കുന്നു. ഇത് കാണാതെ പുറകെ ഓടി വന്ന മണ്ടന്മാരെ നോക്കി ഒന്ന് നെടുവീർപ്പിട്ട് കിടന്നപ്പോഴാണ് അത് സംഭവിച്ചത്. എന്താന്നല്ലേ, ഏതോ ഒരുത്തം വന്ന് ബോട്ട് സ്റ്റാർട്ടാക്കി. പുറകെ വന്ന ഗുണ്ടന്മാർ അവളെ കണ്ടെങ്കിലും നോക്കി നിൽക്കാൻ മാത്രമേ അവർക്ക് കഴിഞ്ഞുള്ളൂ. ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു എന്നോർത്ത് സമാധാനിച്ച് കിടന്നപ്പോൾ അത് അടുത്ത വള്ളി വെള്ള ഷൂസിട്ടും വന്തം വരുന്നു. പക്ഷെ ചത്ത പോലെ കിടന്നിട്ടും കാര്യം ഉണ്ടായിരുന്നില്ല. ലെവൻ്റെ കൊടിമരം പോലെ ഫ്രണ്ടി വന്ന് നിൽക്കുന്നു. ഇന്നൊരു കുരുത്തം കെട്ട മീൻ വലയിൽ ചാടിയിട്ടുണ്ടല്ലോ. എടുത്ത വായിൽ ലെവൻ്റെ ഡയലോഗ്. നീ എന്തായി ബോട്ട് ചെയ്യുന്നത്? ചോദിക്കേണ്ട താമസം മിർജാൻ ചാടി എഴുന്നേറ്റു. എന്നിട്ട് വലയൂരാൻ കിടന്ന് പെടപ്പാട് വരുന്ന മിർജാനെ സഹായിച്ച് ഒരു പുണ്യാത്മാവാം എന്ന് വിചാരിച്ചപ്പോൾ ലെവൾക്ക് ജാട. പിന്നെ സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞ് അവൻ അവളെ വലയിൽ നിന്ന് ഊരിവിട്ടു. വലയിൽ നിന്ന് രക്ഷപ്പെട്ട ഗ്യാപ്പിൽ ഒന്ന് നേരെ നിൽക്കാൻ നോക്കിയപ്പോൾ കാല് വഴുതി അവളെ അവൻ ചേർത്ത് പിടിച്ചു. വിടര എന്നെ, നീ എന്നതായി കാണിക്കുന്നേ? ഒരു സ്റ്റൈലിൽ ആക്രോശിച്ച് നാക്ക് വായിലേക്കിട്ടില്ല. ലെവൻ ഒറ്റയിടൽ താഴേക്ക്. നീ എന്നെ താഴെ ഇട്ടോ? അതുകൊള്ള, നീ വിടാൻ പറഞ്ഞു, ഞാൻ വിട്ടു. ഒരു കൂസലില്ലാത്തവൻ്റെ മറുപടി കേട്ട് പെരുവിരലിൽ നിന്ന് ദേഷ്യം ഇരച്ചു കയറി വന്നെങ്കിലും അവൾ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, വേഗം ബോട്ട് തിരിക്കൂ, എനിക്ക് പോകണം. പിന്നെ എനിക്ക് വേറെ ജോലിയുണ്ട് എന്ന് പറഞ്ഞ് പുച്ഛിച്ച് ലെവൻ അവിടെ നിന്ന് മുകളിലേക്ക് കയറി. പെട്ടെന്ന് അവൻ്റെ പോക്ക് കണ്ട് ടെൻഷനായ മിർജാൻ നേരെ അവൻ്റെ പുറകെ വെച്ച് പിടിച്ചു. ഞാൻ നിന്നോടാ പറയുന്നത്, നിനക്ക് ചെവി കേൾക്കില്ലേ? ബോട്ട് തിരികെ. മുകളിൽ ചെന്ന് ബോട്ട് ഒന്നും കൂടെ കത്തിച്ച് കിടന്ന അവനോട് മിർജാൻ പറഞ്ഞു. ഇല്ല, കേൾക്കത്തില്ല. നീ കളിക്കാതെ ബോട്ട് തിരികെ, എനിക്ക് തിരിച്ചു പോകണം, എൻ്റെ ഫാമിലി എന്നെ അന്വേഷിക്കും. ഇങ്ങനെ തൊള്ള തുറന്ന് പറഞ്ഞിട്ടും ഒരു മൈൻഡും ഇല്ലാതെ നിൽക്കുന്ന അവനെ കണ്ട് വേറെ വഴിയില്ലാതെ അവൾ ബോട്ടിൻ്റെ ഹാൻഡിൽ പിടിച്ച് തിരിച്ചു. എടി മാറി നിൽക്ക്. തിരിക്കടാ വണ്ടി, അല്ല ബോട്ട്. സഹി കേട്ട് അവൻ അവളെ പിടിച്ച് മാറ്റിക്കൊണ്ട് പറഞ്ഞു, ഞാനാണ് ഈ ബോട്ടിൻ്റെ ക്യാപ്റ്റൻ, അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇവിടെ നടക്കും, മനസ്സിലായോ നിനക്ക്? അതുകൊണ്ട് നിന്റെ ഫാമിലിയോട് കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറയും. അതേപോലെ ആരാ അവരെന്തിനാ നിന്റെ പുറകെ വരുന്നേ? നീ കൂടുതൽ കാര്യമൊന്നും അന്വേഷിക്കണ്ട മോളെ. നീ ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ ബോട്ടിലാണ്. അല്ല, നിനക്കൊളിക്ക് എൻ്റെ ബോട്ട് മാത്രമേ അവിടെ കണ്ടുള്ളൂ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടപ്പോൾ പിന്നെ അവൾ ഒന്നും മിണ്ടിയില്ല. തീരെ എത്തുന്നത് വരെ പിന്നാമ്പറം നിറഞ്ഞ് രണ്ടും രണ്ട് ധ്രുവങ്ങളിൽ ഒരൊറ്റ നിപ്പ് നിന്നു. അക്കരെ എത്തിയതും സ്വിച്ച് ഇട്ട പോലെ മിർജാൻ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്നപ്പോഴാണ് അവൾ ആ തുണി എടുക്കാത്ത സത്യം തിരിച്ചറിഞ്ഞത്. അതായത് തൻ്റെ ഈ പൊക്കം വെച്ച് താഴെ ചാടി ഇറങ്ങാൻ കഴിയില്ല. പക്ഷെ പുറകെ വന്ന അവൻ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ താഴെ ഇറങ്ങി അവൻ്റെ പണി തുടർന്നു. ഇടയ്ക്ക് ഇടങ്ങണ്ടിട്ട് നോക്കിയപ്പോൾ മുകളിൽ നിന്ന് കഥകളി കാണിക്കുന്ന മിർജാനെ കണ്ട് പാവം തോന്നി അവൻ അവളെ അവിടെ നിന്നും എടുത്തിറക്കി വിട്ടു. നിലത്ത് വെച്ച പാടെ കീ കൊടുത്ത പാവ പോലെ അവളൊരൊറ്റ ഓട്ടം. ആ ഓട്ടം കൃത്യമായി പുറകെ ഓടി വന്ന ബുദ്ധിമാനായ ഒരു ഗുണ്ടയുടെ മുന്നിൽ തന്നെ ചെന്ന് പെട്ടു. ആദ്യം അയാളെ കണ്ടൊന്ന് പതറിയെങ്കിലും പിന്നെ അവൾ ജീവനും കണ്ടൊരൊറ്റ ഓട്ടം. ഈ കലാപരിപാടികൾ പുറകിൽ നിന്ന് നമ്മുടെ കപ്പൽ മുതലാളിയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ബൈ ദ വേ, ഇവൻ്റെ പേരാണ് ആദിഷ് ഖറാൻ, നമ്മുടെ ഹീറോ. അടുത്ത സീനിൽ മിർജാൻ്റെ വീടാണ് കാണിക്കുന്നത്. ഈ വെകിളി പിടിച്ച് തേരാ പാര നടക്കുന്നതാണ് മിർജാൻ്റെ തന്തപ്പടി ഹൈദർ ഇൽദ്രീൻ. സാറു ഭയങ്കര ടെൻഷനിലാണ്. അവർക്കെങ്ങനെ ധൈര്യം വന്നു ഈ ഹൈദറിൻ്റെ മകളെ കിഡ്നാപ്പ് ചെയ്യാൻ? എൻ്റെ കൊച്ചിന് എന്തെങ്കിലും പറ്റിയാൽ എല്ലാത്തിനും കത്തിക്കും ഞാൻ. ഇതെല്ലാം കേട്ട് തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്ന ഈ മുതലാണ് മിർജാൻ്റെ സ്വന്തം മമ്മി നിർമിൻ. ഈ റോക്കറ്റ് പോലെ വരുന്ന ആളെ കണ്ടോ? ഇവളാണ് ഡെമറ്റ്, മിർജാൻ്റെ ഒരേ ഒരു ബെസ്റ്റി. വന്നപാടെ ഡെമറ്റ് കയ്യിലിരുന്ന BP ഗുളിക എടുത്ത് നിർമിന് കൊടുക്കുന്നു. ഇത്രയും വൈകിയില്ല മോളെ, നീ ഇനി വീട്ടിൽ പൊക്കോ. ഇല്ലാണ്ടി, മിർജാൻ വന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ. നിർമിനെ ആശ്വസിപ്പിക്കാനായി ഡെമറ്റ് എന്നിട്ട് എന്തൊക്കെയോ പറയുന്നു. അടുത്ത സീനിൽ ഒരു കാട്ടിക്കൂടെ ഓടുന്ന മിർജാനെയാണ് കാണിക്കുന്നത്. പുറകെ തന്നെ ഗുണ്ടകളും ഉണ്ട്. ഓടി അവൾ അവസാനം ഒരു കടൽത്തിട്ടിൽ വന്ന് പെട്ടു.
മുന്നിലേക്ക് നോക്കിയ കടൽ, പിന്നിലേക്ക് നോക്കിയ ഗുണ്ടകൾ. സബാഷ്. നീന്തൽ അറിയാത്തതുകൊണ്ട് തൊട്ടു പുറകിലുള്ള കടലിലേക്കും തൻ്റെ അടുത്തേക്ക് നീങ്ങി നീങ്ങി വരുന്ന ഗുണ്ടയിലേക്ക് മാറി മാറി നോക്കി അവൾ ഒരുപാട് അലറി. പക്ഷെ അവളുടെ കരച്ചിൽ ആരും കേട്ടില്ല. ഈ മർദ്ദയുടെ കയ്യിൽ പെടുന്നതിലും ഭേദം കടലിൽ ചാടി വല്ല തിമിംഗലവും കടിച്ച് മരിക്കുന്നതാണ് നല്ലതെന്ന് മനസ്സിലാക്കി കണ്ണടച്ച് റെഡി 1 2 3 സ്റ്റാർട്ട് മനസ്സിലെണ്ണിക്കൊണ്ട് നിൽക്കുന്ന മർജാനെ കാണിച്ച് സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ വീണ്ടും മർജാൻ്റെ വീട് കാണിക്കുന്നു. ഹാളിലേക്ക് പുതുതായി കടന്നു വരുന്ന ഈ 2 ഭടന്മാരിൽ ബ്ലൂ കോട്ടിട്ടവൻ നെസർ, ഡെമറ്റിൻ്റെ സ്വന്തം പൊന്നാങ്ങള. ഇപ്പുറത്ത് ഇതെല്ലാം ഒപ്പിച്ച് വെച്ച് നല്ലവനായ ഉണ്ണി മുറാദ്, മർച്ചാൻ്റെ ചേട്ടനാണ്. വന്ന് കയറിയ പാടെ ഡെമറ്റ് മർച്ചാനെ പറ്റി വല്ല വിവരവും കിട്ടിയോ എന്ന് ചോദിക്കുന്നു. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല, പക്ഷെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ആളുകളും ഉണ്ട്, നിങ്ങളൊന്നും കൊണ്ടും ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞ് തീരുന്നതിന് മുന്നേ കൊടുത്തു ഹൈദർ മുറാദിൻ്റെ കരണം നോക്കിയവരെണ്ണം. നീ ഒരൊറ്റ ഒരുത്തനുണ്ടാക്കി വെച്ച പ്രശ്നമായത്. നിന്നോട് ആര് പറഞ്ഞു എന്നോട് ചോദിക്കാതെ ആ ലോൺ ഷാർക്കിൻ്റെ കയ്യിൽ നിന്ന് പണം മേടിക്കാൻ? കൊങ്ങയ്ക്ക് പിടിച്ച കൈ ഒന്നയഞ്ഞ ഗ്യാപ്പിൽ മുറാത്ത് പറഞ്ഞു, സോറി അപ്പ, എന്നോട് ക്ഷമിക്കണം. ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എടാ ചക്ക, എൻ്റെ കൊച്ചിനെന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ, നാളെ 2 അടക്കം ഇവിടെ നടക്കും. ഈ കയ്യാങ്കളിയുടെ ഇടയ്ക്ക് നിന്ന് പെട്ടെന്ന് നെസ്ർ ഹൈദറിനെ പിടിച്ചു മാറ്റി. അങ്കിൾ, പറയുന്നുണ്ടെന്ന് തോന്നരുത്. നിങ്ങൾ ചെയ്തത് ഭയങ്കര മണ്ടത്തരമായിപ്പോയി. ഞാൻ തന്ന ഓഫർ അപ്പോഴേ അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇത് വല്ല ഉണ്ടാകുമായിരുന്നോ? നെസറിൻ്റെ ഈ ചോദ്യത്തിന് പരക്കം പാഞ്ഞുള്ള ഹൈദറിൻ്റെ നോട്ടം കണ്ട് നിർമ്മിനിടയ്ക്ക് കയറി. ഞാൻ ഇങ്ങനോട് പറഞ്ഞതാ മോനെ, പക്ഷെ ഇങ്ങനെ കേൾക്കണ്ടേ? ആ വാശിക്കാരി മറിച്ചാൻ്റെ വാക്ക് കേൾക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ശരി ശരി, ഞാൻ അവളുമായിട്ട് ഒന്നുകൂടെ സംസാരിക്കാം എന്ന് പറഞ്ഞു നിൽക്കുന്ന ഹൈദറിനെ കാണിച്ച് സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ തൻ്റെ മരണം കാത്തു നിൽക്കുന്ന മർജാനെ കാണിക്കുന്നു. പെട്ടെന്നാണ് പുറകിൽ നിന്നൊരു കുതിരയുടെ സൗണ്ട് കേട്ടത്. തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ വീണ്ടും നമ്മുടെ നായകൻ ആദേശ്. അവൻ വന്ന പാടെ അവിടെ ഉണ്ടായിരുന്ന ഗുണ്ടകളെയെല്ലാം ഇടിച്ച് പഞ്ചറാക്കി മർജാനെ തൻ്റെ വാഹനത്തിൽ കയറ്റി അവിടെ നിന്നും പോയി. നേരം വൈകി തുടങ്ങിയിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് അവർ ഒരു തണലുള്ള സ്ഥലം നോക്കി ഇറങ്ങി. ഉയരക്കൂടുതൽ കൊണ്ട് കയറാനും ഇറങ്ങാനും കുറച്ച് തടസ്സം നേരിട്ടെങ്കിലും ആദിഷ് അത് എടുത്തിറക്കി ശരിയാക്കി. നമ്മളെന്തിനാ ഇവിടെ ഇറങ്ങിയത്? ഇപ്പം ഇവിടെ തങ്ങുന്നതാണ് നല്ലത്. ഇവിടെ താമസിക്കാനോ? ഒന്ന് പോടേക്കാ. മോളെ, നിനക്ക് വേണമെങ്കിൽ മതി. ദേ, നേരെ ഇരുട്ടി തുടങ്ങി. വഴിയിൽ പെട്ടുപോവുണ്ടെങ്കിൽ രാവിലെ വരെ ഇവിടെ തങ്ങുന്നതാണ് നല്ലത്. ഇവിടെ മനുഷ്യവാസമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ചുറ്റും നോക്കി ഒന്ന് പരതി തിരിഞ്ഞ് നോക്കിയപ്പോണ്ട് ദേ ആ കുതിര പോകുന്നു. പിടിക്കാതിനെ. എവിടെ? അങ്ങനെ ആ കുതിര അവരോട് ടാറ്റാ ബൈബൈ പറഞ്ഞ് അവിടുന്ന് സ്ഥലം കാലിയാക്കി. അടുത്ത സീനിൽ തൽക്കാലം തങ്ങാനൊരിടം കണ്ടെത്തി തണുപ്പ് കാരണം തീ കൂട്ടുകയാണ് ആദിഷ്. ഈശ്വര, ഈ നട്ട പാതിരിക്ക് ഇവൻ്റെ കൂടെ എങ്ങനെ കഴിയും ഞാൻ? നീ പേടിക്കണ്ട, അവരാരും ഇങ്ങോട്ട് വരില്ല. ആർക്ക്? എനിക്ക് പേടിയൊന്നുമില്ല. മർച്ചാൻ്റെ ഈ പുച്ഛത്തോടെയുള്ള മറുപടി കേട്ട് ആദിഷ് അവളെ ഒന്ന് നോക്കി. എങ്ങനെ തോന്നിയടാ നിനക്ക് നിന്റെ ഫോണും കൂടി ആ കുതിരയുടെ മുകളിൽ വെച്ചിട്ട് വരാൻ? ഓ സോറി, ഞാനതിനെ പേടിപ്പിക്കണ്ടെന്ന് ഓർത്തിട്ടാണ്. ഓ, അപ്പം വേണമെന്ന് വെച്ചിട്ട് ചെയ്താണല്ലേ? അതിനുത്തരം കൊടുക്കാതെ ആദേശ് എഴുന്നേറ്റ് മർജാൻ്റെ അടുത്തേക്ക് നീങ്ങി. ആരവര്? അവർക്കെങ്ങനെ നിന്നെ അറിയാം? എനിക്കൊരുത്തനെ അറിയില്ല, പക്ഷെ കണ്ടിട്ട് അവർക്ക് നിന്നെ നല്ല പരിചയമുള്ളവരാണല്ലോ. എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ? അല്ല അത് പോട്ടെ, നീ എന്നെ എങ്ങനെ കൃത്യമായി കണ്ടുപിടിച്ചു? നീ എന്ത് ചെയ്യായിരുന്നു അവിടെ? നിന്റെ കരച്ചിൽ. ഓ, വിശ്വസിച്ചു. ആദ്യം ബോട്ടിൽ, പിന്നെ ഇവിടെ. ഇതിപ്പോൾ കോയിൻസിഡൻസിൻ്റെ ഒരു പെരുമഴയാണല്ലോ. പറയുന്ന കേട്ടാത്തൊന്നും ഞാൻ നിന്നെ എൻ്റെ ബോട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തതാണെന്ന്. ചിലപ്പോൾ ഇത് വിധിയായിരിക്കുമോ? അത് പറഞ്ഞ് അവൻ തിരിഞ്ഞു നടക്കുമ്പോൾ പെട്ടെന്ന് വേദനയോടെ അവൾ നിലത്തിരുന്നു. തൻ്റെ കാലിൽ മുറുക്കെ പിടിച്ചിരിക്കുന്ന അവളെ കണ്ട് മറിച്ചൊന്നും ചിന്തിക്കാതെ ആദിഷ് അവളുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അവളുടെ സ്കാർഫ് അഴിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് മറിച്ചാൻ അടുത്തുള്ള വിറകുകൊള്ളി എടുത്ത് ചാടി എഴുന്നേറ്റു. നീ എന്തുവാടാ കാണിക്കുന്നേ? എൻ്റെ ദേഹത്തെങ്ങാനും തൊട്ടാലുണ്ടല്ലോ. ഞാൻ ഈ സ്കാർഫ് അഴിച്ചത് നിന്റെ കാല് കെട്ടാനാണ്. നീ എന്താ വിചാരിച്ചത്? ശേ, വെറുതെ തെറ്റിദ്ധരിച്ചു എന്ന് മനസ്സിലടുത്ത് മറിച്ചാൻ ഇരുന്നിടത്ത് തന്നെ ഇരുന്നു. ആദിഷ് പെട്ടെന്ന് വളരെ ശ്രദ്ധയോടെ ആ സ്കാർഫ് അവളുടെ കാലിൽ കെട്ടി. എന്നിട്ട് തിരിച്ച് വീണ്ടും വിറകെടുക്കാൻ പോയ ആദിഷിനെ നോക്കി പെട്ടെന്ന് എന്തോ ഒരു ഉൾവിളി വന്ന പോലെ മറിച്ചാൻ ചാടി എണീറ്റു. എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല, എനിക്ക് പോകണം. യവൻ കേട്ട ഭാവം പോലും നടിച്ചില്ല. എനിക്ക് പോണമെന്ന്. ആയിക്കോട്ടെ, പൊക്കോ. ദേ അതാണ് വഴി. നിന്നെ ഞാൻ പിടിച്ചു വെച്ചിട്ടൊന്നുമില്ലല്ലോ. പിന്നെ കൂടുതലൊന്നും ചിന്തിക്കാതെ മറിച്ചാൻ അവിടുന്ന് ചവിട്ടിക്കുലുക്കി ഇറങ്ങി. ആദിഷ് മറിച്ചൊന്നും പറഞ്ഞില്ല. അടുത്ത സീനിൽ ആദ്യത്തെ ഒരു ആവേശത്തിൽ ഇറങ്ങി പുറപ്പെട്ട മറിച്ചാൻ പേടിച്ച് ഇരുട്ടത്ത് പതുങ്ങി നടക്കുകയാണ്.
സ്വയം മോട്ടിവേറ്റ് ചെയ്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വെച്ചപ്പോൾ അതാ പന്തം കത്തിച്ച് മറ്റേ ഗുണ്ടകൾ അവളുടെ പേരും പറഞ്ഞു ഓടുന്നു. വന്ന ധൈര്യം അതേപോലെ തന്നെ ഒലിച്ചു പോയപ്പോൾ അടുത്തുള്ള കുറ്റിക്കാട്ടിൽ പമ്മി. പക്ഷെ പെട്ടെന്ന് അടുത്ത സെക്കൻഡിൽ പുറകിൽ നിന്ന് ആരും അവളുടെ വാ പൊത്തി എങ്ങോട്ടോ വലിച്ചോണ്ട് പോയി. ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും മുഖം കണ്ടപ്പോൾ അവൾക്ക് ആശ്വാസമായി. അവൻ ശബ്ദമുണ്ടാക്കരുത് എന്ന ആംഗ്യം കാണിച്ച് അവളെ അവരിൽ നിന്ന് മറച്ചു പിടിച്ചു. ആരും അവിടെ ഇല്ലെന്ന് ഉറപ്പിച്ച് ഗുണ്ടച്ചേട്ടന്മാർ പോയപ്പോൾ ആദിഷ് ബാക്ക് ഓൺ ദ ട്രാക്ക്. എന്തേ, നിനക്ക് ഇനി ഇവിടുന്ന് പോകണമെന്നുണ്ടോ? സോറി, ഒരു കയ്യബദ്ധം എന്ന മട്ടിൽ തന കുനിച്ച് നിന്നതേ ഉള്ളൂ അവൾ. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് ആദിഷിന്റെ വീട് കാണിക്കുന്നു. ഈ ഫോണും പിടിച്ച് തേരാപാര നടക്കുന്നവൾ അസ്ലി. താഴെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന കൂളമ്മായിയെ കണ്ടോ? ഇവരാണ് മുസയണ്ണ. ഈ നിഷ്കളങ്കത കണ്ടെന്നും തെറ്റിദ്ധരിക്കേണ്ട, രണ്ടും പാഷാണത്തെ ക്രിമികളാണ്. ഓ, എനിക്ക് പ്രാന്ത് പിടിക്കുന്നു. ദേ ഇപ്പം അവൻ്റെ ഫോൺ ഓഫായി. എൻ്റെ പെണ്ണെ, നീ ഒന്ന് അടങ്ങ്. അമ്മ, നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ കൂളായിട്ടിരിക്കാൻ പറ്റുന്നു? അപ്പോഴുണ്ട് അവിടേക്ക് മൂന്നാമതൊരാളുടെ എൻട്രി. ആ, ഇവനാണ് ജമാൽ, ആദേശിൻ്റെ കട്ട ചങ്കാണ്. ഇവരിങ്ങനെ വിക്രമനും വേതാളവും പോലെ എപ്പോഴും ഒന്നിച്ച് നടക്കും. ജമാൽ വന്ന പാടം മുസേനത്തിനോട്, അമ്മ തന്ന ലിസ്റ്റിലെ എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. പിള്ളേർ പറഞ്ഞത് വഴുതനങ്ങയുടെയും കിഴങ്ങിൻ്റെയും പ്രശ്നമായിരുന്നു എന്നാണ്. ഇപ്പോൾ എല്ലാം ശരിയായി, സോ നോ പ്രോബ്ലം. ഇത് കേട്ട് അസ്ലി രണ്ടുപേരെ മാറി മാറി നോക്കിയിട്ട് പറഞ്ഞു, ഓ വാവ്, ആദേശ് ഇപ്പം എവിടെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നിങ്ങളിവിടെ വഴുതനങ്ങയുടെ കാര്യം പറയാണോ? എൻ്റെ അസ്ലി ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ, അവൻ ഇങ്ങ് വന്നോളും. ആക്ച്വലി ഇവക്ക് ആദേശിനോട് മുടിഞ്ഞ പ്രേമമാണ്. നോട്ട് ദ പോയിന്റ്, വൺ സൈഡ് ആണ് കേട്ടോ. അതിപ്പോൾ ഈ ചാട്ടം കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണില്ലേ? അടുത്ത സീനിൽ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന ആദേശിനെ കാണിക്കുന്നു. ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആത്മാഭിമാനം കോരി ഒഴിച്ച് തണുത്ത് വിറച്ചിരിക്കുന്ന മർജാനെ കണ്ടു. അവളുടെ മുഖത്തെ ടെൻഷൻ മനസ്സിലാക്കി ആദേശ് അവൾക്കൊരു സീറ്റ് നീക്കിയിട്ട് കൊടുത്തു. ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചത് സോറി, പിന്നെ താങ്ക് യു. എന്തിന്? നീ എനിക്ക് വേണ്ടി അത്രയും വലിയ റിസ്ക് എടുത്തില്ലേ? നീ കൂടുതലൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. നിന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യൂ. ഇത് കേട്ട് ദേഷ്യം വന്ന മറിച്ചാൻ മനസ്സിന് അവനെ നല്ല ചീത്ത വിളിച്ചു. അതിനുശേഷം അവർ രണ്ടും കുറേ ഒന്ന് സംസാരിക്കുന്നു. ശരി, നിന്റെ പേരെന്താ? ആദേശ്. തുർക്കിഷിൽ ആദേശ് എന്ന പേരിന് തീ എന്നാണ് അർത്ഥം. എൻ്റെ പേര് മർ. അത് മുഴുവിപ്പിക്കാൻ പോലും സമ്മതിക്കാതെ അവൻ ഇടയ്ക്കേറി പറഞ്ഞു, എനിക്ക് നിന്റെ പേരറിയാൻ യാതൊരു താല്പര്യമില്ല. മൊരടൻ. ഹാ, ഇപ്പം എൻ്റെ ഫാമിലി എന്നെ അന്വേഷിച്ച് ഒരുപാട് മടുത്ത് കാണും, പ്രത്യേകിച്ച് എൻ്റെ അച്ഛൻ. അങ്ങേരിപ്പം ഇസ്താംബുളിൽ മുഴുവൻ കലക്കി കാണും. മറിച്ചാൻ അവളുടെ അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ആദേശിൻ്റെ മുഖം കറുത്തു. നിന്റെ ഫാമിലിയിൽ ആരൊക്കെയുണ്ട് എന്ന് മറിച്ചാൻ്റെ ചോദ്യം മുഴുവൻ കേൾക്കാൻ പോലും നിൽക്കാതെ ദേഷ്യപ്പെട്ട ആദേശ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. നീ ഉറങ്ങാൻ പോവാണോ? കുറച്ചു നേരം ആ വായ നടക്കാമോ? എന്നിട്ട് വേണം നീ കിടന്നോ? ഒരിക്കലുമില്ല. ആയിക്കോട്ടെ. ഈ കാലമാറിൻ്റെ കൂടെ വന്ന് പെട്ടുപോയല്ലോ, എൻ്റെ വിധി. എന്തേലും പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ. പിറ്റേ ദിവസം രാവിലെ നല്ല സുഖമായി തണുത്ത് വരച്ച് കിടന്നുറങ്ങുന്ന മർജാനെ കാണിക്കുന്നു. അത് കണ്ട ആദേശ് ഒരു പുതുപെടുത്ത് അവളെ പുതപ്പിച്ചു. കുറച്ചു നേരം അവളെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പതിയെ അവൾ കണ്ണു തുറക്കുന്നതറിഞ്ഞ് അവൻ നൈസായി നോട്ടം മാറ്റുന്നു. പിന്നെ അവൾ വേഗം ഇറങ്ങി പുറത്തേക്കുള്ള വഴി അന്വേഷിച്ച് നടന്നപ്പോൾ ദാ ഇന്നലെ അവരുടെ ടാറ്റാ ബേബി പറഞ്ഞ കുതിര നേരെ അവരുടെ ഫ്രണ്ടിൽ നിൽക്കുന്നു. നോക്കൂ, ദേ നമ്മുടെ കുതിര. എന്താ അവൻ്റെ പേര്? ഗോൾഗി. അല്ല, നിന്റെ ഫോൺ എവിടെ? ആദേശിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച് ഹൈദറിനെ വിളിച്ച് അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നും സേഫ് ആണെന്നും ഇപ്പോൾ ഇടുന്ന ലൊക്കേഷനിലേക്ക് വരണമെന്നും പറയുന്നു. പറഞ്ഞതിൽ നേരത്തെ ഹൈദർ എത്തി. കൂടെ നെസറും ഉണ്ട്. ദേ, പറഞ്ഞ സ്ഥലം കറക്റ്റ് ആണല്ലോ അല്ലേ? എന്തേ അവർ എന്ന് പറഞ്ഞ് നാക്ക് വായിലോട്ടിട്ടപ്പോഴേക്കും രണ്ടുപേരും എത്തി. ഹൈദറിൻ്റെ മോന്ത കണ്ട് ആദേശിൻ്റെ മുഖത്ത് വരുന്ന ഭാവമാറ്റം നെസറും ശ്രദ്ധിക്കുന്നു. പെട്ടെന്ന് നോർമലായി നിൽക്കുന്ന ആദേശിൻ്റെ അടുത്തേക്ക് നന്ദി പറയാൻ ഹൈദർ ചെന്നു. എൻ്റെ മകളെ രക്ഷിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നന്ദിയൊന്നും പറയണ്ട. ഇതിൻ്റെ ഇടയ്ക്ക് കയറി പെട്ടെന്ന് നെസർ, ഞങ്ങൾക്ക് ആരുടെയും നന്ദി വേണ്ട. ഇതിന് നിനക്ക് എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാനത് സെറ്റിൽ ചെയ്തേക്കാം. ഒരു താങ്ക്സിൽ നിർത്തുന്നില്ല, മറിച്ചൊന്നും പറയരുത്. ഞാനൊരു അഡ്രസ്സും ടൈമും അയക്കാം. നീയും നിൻ്റെ ഫാമിലിയും എന്തായാലും വരണം. ഹൈദറിൻ്റെ ഈ ഡയലോഗ് കേട്ട് പ്ലിങ് ആയി നിൽക്കുന്ന നെസർ തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട്. അടുത്ത സീനിൽ മർജാൻ്റെ വീടാണ് കാണിക്കുന്നത്. മോളെ കണ്ട് ഓടിച്ചാടി നെർമിൻ മർജാനെ കെട്ടിപ്പിടിക്കുന്നു. മുറാദൻ്റെ മറ്റും സൈഡിൽ തന്നെയുണ്ട്. ആദിഷിൻ്റെ വീട്ടിലും ഇത് തന്നെ ഗതി. സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞ് അവൻ പറഞ്ഞു, ഇന്ന് കുറേ കാലം കൂടി ഹൈദറിനെ കണ്ടു. അയാൾ നമ്മളെ ഇന്ന് ഡിന്നറിന് ക്ഷണിച്ചിട്ടുണ്ട്. ഇത് കേട്ട് മുസൈനത്തിൻ്റെ മുഖവും മാറുന്നു.
അടുത്ത സീനിൽ മകളെ ഇഷ്ടമില്ലാത്ത മാരേജിന് നിർബന്ധിക്കുന്ന ഹൈദറിനെയാണ് കാണിക്കുന്നത്. മോളെ, നീ ഈ സാഹചര്യത്തിൽ നസറിനെ കല്യാണം കഴിക്കുന്നതാണ് നല്ലത്. എനിക്കവനെ കല്യാണം കഴിക്കണ്ട മോളെ, ഇത് ചെറിയ കാര്യമല്ല. നീ അവനെ കല്യാണം കഴിച്ചാൽ അവൻ നമ്മുടെ കടങ്ങളെല്ലാം വീട്ടിക്കോളും. നിന്നെ ഞാൻ അതിനെ ഫോഴ്സ് ചെയ്യില്ലായിരുന്നു. പക്ഷേ ആ മുറാത്ത് കാരണം നമ്മൾ ഇത്രയും വലിയ കടത്തിൽപ്പെട്ടില്ലേ. നമുക്കിനി അധികം ടൈമില്ല. അതുമാത്രമല്ല, നസർ നല്ലൊരാളാണ്. ഇത്രയും ഡയലോഗ് അടിച്ചിട്ടും മെർജാൻ വഴങ്ങാത്തതുകൊണ്ട് തന്തപ്പടി അടുത്ത അടവെടുത്തു. അടുത്ത് വരരുത്, ചത്തു കളയും ഞാൻ. ശബ്ദം കേട്ട അകത്തേക്ക് നെർമിനും വന്നു. അവസാനം ഈ അടവിൽ മെർജാൻ വീണു. സഖി കേട്ട് കല്യാണത്തിന് സംബന്ധിച്ച് അവൾ അവിടുന്ന് പോയപ്പോൾ ഹൈദർ ഉണ്ടയില്ലാതെ തോക്കെടുത്ത് നെർമിനെ കാണിച്ചു. കള്ളത്തണ്ട. പുറത്തു നിന്ന് വിഷമിച്ച് നിൽക്കുന്ന മെർജാന്റെ അടുത്തേക്ക് ഡെമറ്റ് വന്നു. ഞാൻ കല്യാണം കഴിക്കാൻ പോകും ഡെമറ്റ്. ആരുമായി? നിന്റെ ബ്രദറുമായി. പക്ഷെ ഇത് കേട്ട് ഡെമറ്റ് ഒരുപാട് എക്സൈറ്റഡ് ആവുന്നു. ഞാൻ നസറിനെ സ്നേഹിക്കുന്നില്ല ഡെമറ്റ്. പക്ഷെ ഇതേ എൻ്റെ മുന്നിൽ ഒരു വഴിയുള്ളൂ. നിനക്കറിയാവുന്നതല്ലേ, ഈ കടങ്ങളൊക്കെ തീർക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. നീ എന്ത് തീരുമാനിച്ചാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. ആക്ച്വലി എൻ്റെ ചേട്ടൻ നല്ലൊരാളാണ്. ഞങ്ങളുടെ പേരൻസിൻ്റെ മരണശേഷമാണ് അവൻ ഇത്രയും ദേഷ്യക്കാരനായത്. പക്ഷെ എനിക്കറിയാം, അവന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അവൻ നിന്നെ ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആക്കില്ല. അടുത്ത സീനിൽ ആദേശിൻ്റെയും ജമാലിൻ്റെയും ഒരു ഫൺ ഫൈറ്റ് കാണിക്കുന്നു. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് നസർ ഒഫീഷ്യലായി പെണ്ണ് ചോദിക്കാൻ വീട്ടിലേക്ക് വരികയാണ്. മെർജാൻ്റെ ഈ കല്യാണത്തിനോടുള്ള വിരോധം അവൾ മറച്ചു വെക്കുന്നില്ല. നൈറ്റിലെ ഡിന്നറിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് മിർജാൻ്റെ വീട്. നെർമിന് അവർ വരുന്നതിനോട് വലിയ താല്പര്യമില്ല. ഗേറ്റിന് മുന്നിൽ ആദേശിൻ്റെ കാർ എത്തിയപ്പോൾ അവൻ പുറത്തിറങ്ങി. വളരെ ദേഷ്യത്തോടെയും വേദനയോടെയും തൻ്റെ മുന്നിൽ കാണുന്ന ഹൈദറിൻ്റെ വീട്ടിലേക്ക് നോക്കി നിൽക്കുകയാണവൻ. പുറത്തിറങ്ങിയ മുസയാനവും അങ്ങനെ തന്നെ. കണ്ണു നിറഞ്ഞിരിക്കുന്ന അവനെ കണ്ട് മുസയാനം അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. വരൂ, ടേബിൾ റെഡിയായിരിക്കുകയാണ്. ഞങ്ങളുടെ കുട്ടിയെ രക്ഷിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. അല്ല, നിങ്ങൾ ആരാന്ന് പറഞ്ഞില്ല? ഞാൻ മുസയാനം. നിങ്ങൾക്ക് ഞങ്ങളെ അറിയാൻ വഴിയില്ല. ഞങ്ങൾ കുറേ നാളായി അബ്രോഡായിരുന്നു. എനിക്ക് അമ്മയെ പോലെയാണ്. നീ എന്താണ് ചെയ്യുന്നത്? ഇടയ്ക്ക് ഹൈദറിൻ്റെ ചോദ്യം. സിവിൽ എഞ്ചിനീയറിംഗ്. ഓ, അപ്പോൾ നമ്മളെല്ലാവരും ഒരേ ഇൻഡസ്ട്രിയിലുള്ളവരാണ്. നീ ആദേശിൻ്റെ സിസ്റ്ററാണല്ലേ? അല്ല, അവൾ എൻ്റെ മകളാണ്. ഇവരൊന്നിച്ചാണ് വളർന്നത്. ദേ ഈ ഭക്ഷണം എടുത്തുകൊണ്ട് വരുന്ന ആൻറ്റിയെ കണ്ടോ? ഇവരാണ് ബിനാസ്. മിസ് ബിനാസിനെ കണ്ട് മാത്രം ആദേശിൻ്റെ മുഖത്ത് ചെറിയൊരു ചിരി വരുന്നുണ്ട്. ഇതിനിടയ്ക്ക് ആദേശിൻ്റെയും മെർജാൻ്റെയും ഇടയിൽ ചെറിയൊരു ഉപ്പുമാറ്റൽ കളി നടക്കുന്നുണ്ട്. ഈ കയ്യാങ്കളി എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് നെർമിനും മുറാത്തും. ഇത് കണ്ടിട്ടെന്നോണം ഹൈദർ ഇടയ്ക്ക് കയറി പറഞ്ഞു, ഉടനെ ഇവിടെ ഒരു വിവാഹം ഉണ്ടാവും. എൻ്റെ മകൾ മെർജാനും നസറുമായും. അവനും ഒരു ബിസിനസ്മാനാണ്. നിങ്ങൾ എന്തായാലും വരണം. അത് കേട്ട ആദേശ് മെർജാനെ ഒന്ന് നോക്കി. പിറ്റേ ദിവസം രാവിലെ മെർജാൻ്റെ വീട് കല്യാണത്തിന് ഒരുങ്ങുകയാണ്. എല്ലാവരും ടെൻഷൻ അടിച്ച് പാഞ്ഞപ്പോൾ മണവാട്ടിയായ മെർജാൻ മാത്രം ഒരു ക്യാഷ്വൽ ഡ്രസ്സ് ഇട്ട് ഇറങ്ങി വന്നു. ഇതെന്ത് ഡ്രസ്സാണ് നീ ഇട്ടിരിക്കുന്നത്? ഈ കല്യാണത്തിന് ഇതൊക്കെ തന്നെ ധാരാളം. പെട്ടെന്ന് മുറാത്ത് അവരുടെ ആചാരം അനുസരിച്ച് ഒരു റെഡ് റിബൺ മെർജാൻ്റെ അരയിൽ കെട്ടിക്കൊടുത്തു. വൈകാതെ ഹൈദർ മെർജാൻ്റെ കൈ പിടിച്ച് നസറിന് കൊടുക്കുന്നു. അടുത്ത സീനിൽ ഭയങ്കര ഫ്രസ്ട്രേറ്റഡായി തൻ്റെ വേസ്റ്റിലെ റിബൺ ഊരി എറിയുന്ന മെർജാനെ കാണിക്കുന്നു. എനിക്ക് കല്യാണം വേണ്ട, ഗോഡ് പ്ലീസ് ഹെൽപ്പ് മീ. പെട്ടെന്ന് കതക് തുറന്ന് നസർ അകത്തേക്ക് കയറി വന്നു. നീ വെഡ്ഡിങ് ഡ്രസ്സ് വേണ്ടെന്ന് പറഞ്ഞത് എന്തായാലും മോശമായി. എന്നാലും നീ സുന്ദരിയാണ്. വരൂ, എല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല നസർ, നിനക്കറിയാതെ അല്ലേ? യെസ് ഐ നോ. പിന്നെ എന്തിനാ നീ എന്നെ കല്യാണം കഴിക്കുന്നേ? നിനക്കറിയാമോ, ഞാൻ നിനക്ക് വേണ്ടി എന്തും ചെയ്യും. ഇതെല്ലാം മറന്ന് നീ ഒരു ദിവസം എന്നെ സ്നേഹിക്കും. അല്ല, ഞാൻ നിന്നെ കൊണ്ട് സ്നേഹിപ്പിക്കും. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഈ നാടകമെന്ന്. നിനക്കറിയാമോ, ഞാൻ നിന്നെ കല്യാണം കഴിക്കുകയല്ല. പിന്നെ നീ എന്നെ എൻ്റെ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് പണം കൊടുത്ത് മേടിക്കുകയാണ് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവൾ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അടുത്ത സീനിൽ വെഡ്ഡിംഗ് ഹാളാണ് കാണിക്കുന്നത്. സാക്ഷിയായി ഡെമറ്റ് ഓൾറെഡി പ്രസൻ്റ് ആണ്. മനസ്സ് ചോദ്യത്തിന് ഒരു മനസ്സുമില്ലാതെ ഉത്തരം അറിയിക്കാൻ നിൽക്കുകയാണ് മെർജാൻ. ദൈവമേ, ഇതൊരു സ്വപ്നമാവണേ. പെട്ടെന്നാണ് വാതിൽ തള്ളി തുറന്നുള്ള ആദേശിൻ്റെ എൻട്രി. എല്ലാവരും ഞെട്ടി ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. പിന്നെ അവിടെ ആദേശിൻ്റെ കിടിലൻ ഫൈറ്റാണ്. അവസാനം എല്ലാവരും ഗൺ പോയിന്റ് നിർത്തി ആദേശ് മെർജാനെ വിവാഹ മണ്ഡപത്തിൽ നിന്നും വലിച്ചിറങ്ങിക്കൊണ്ടുപോയി. വേഗം മര്യാദയ്ക്ക് വണ്ടി കയറിക്കോ, പോടാ അവിടുന്ന്. സഹി കേട്ട ആദേശ് തൂക്കിയെടുത്തവളെ വണ്ടി കയറ്റി. താഴെ ഇറക്കട പന്നി എന്നെ, അടങ്ങിയിരുന്നോണം ഇവിടെ എന്ന് പറഞ്ഞ് അവൻ വണ്ടിയെടുത്തു. തൊട്ട് പിറകെ നെസറും ഉണ്ട്. നിന്റെ തലയ്ക്ക് എന്താ സുഖമില്ലേ? എൻ്റെ അച്ഛനും നെസറും
ഇനി നിന്നെ വെറുതെ വിടില്ല. കുറച്ചു നേരത്തെ ചേസിങ്ങിന് ശേഷം നെസറിന്റെ കട്ടയും പടവും മടങ്ങി. ഓക്കെ ശരി, ഞാൻ കാമാണ്. ഇനി പറ, നീ എന്തിനാ ഇത് ചെയ്തത്? നിനക്ക് ശരിക്കും അവനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമായിരുന്നോ? ഓ, എനിക്കിഷ്ടമാണെങ്കിലും അല്ലെങ്കിൽ അത് ചോദിക്കാൻ നീ ആരാ? ആർക്കറിയാം ഞാൻ നിന്റെ നാശത്തിനാണോ നല്ലതിനാണോ എന്ന്. പക്ഷെ എനിക്കറിയാം നിനക്ക് അവനെ ഇഷ്ടമല്ല എന്ന്. അതെങ്ങനെ നിനക്കറിയാം? നിന്റെ കണ്ണുകൾ അത് പറയുന്നുണ്ട്. അതുകൊണ്ടാ ഇപ്പൊ നിനക്ക് മുന്നിൽ ഇങ്ങനെ ഒരു ഓഫർ ഞാൻ വെക്കുന്നത്. എന്ത് ഓഫർ? അതറിയണമെങ്കിൽ വേഗം വണ്ടി കയറ്. തൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് എന്താണെന്നറിയാതെ മെർച്ചാൻ്റെ കണ്ണ് നിറയുകയാണ്. ഇത് കണ്ട് അവളെ ആശ്വസിപ്പിക്കണമെന്നുണ്ടായിട്ടും ആദേശ് അത് ചെയ്യുന്നില്ല. അടുത്ത സീനിൽ കല്യാണ ദിവസം അടിച്ചുകൊണ്ട് പോയ തൻ്റെ മകളെയും കൊണ്ട് ലെവൻ വീട്ടിൽ കയറി വരുന്നത് കണ്ട് ആദ്യം ഹൈദറിൻ്റെ കൺട്രോൾ പോകുന്നു. ഡാഡി, ഞാൻ നിങ്ങൾക്കൊരു ഓഫർ തരാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലീനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്കറിയാം നിങ്ങളുടെ കടങ്ങളെക്കുറിച്ച്. വേണമെങ്കിൽ ആ കടങ്ങളെല്ലാം ഞാൻ വീട്ടിൽ തരാം. പക്ഷെ ഒരു കണ്ടീഷൻ, 187 ദിവസം. 187 ദിവസത്തേക്ക് നിങ്ങളുടെ എല്ലാം എൻ്റേതായിരിക്കും. തീരുമാനങ്ങളെല്ലാം ഞാൻ എടുക്കും. കോൺട്രാക്റ്റിൻ്റെ അവസാന ദിവസം ഞാനിതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു തന്നേക്കാം. ഒന്നും സംഭവിക്കാത്ത പോലെ നിങ്ങൾക്ക് തുടർന്ന് ജീവിക്കാം. പിന്നെ എനിക്കൊരു കണ്ടീഷനും കൂടെ ഉണ്ട്. ഞാൻ മറിച്ചാണ് കല്യാണം കഴിക്കും. അതും ഈ എഗ്രിമെൻ്റ് കഴിയുന്നവരെ മാത്രം. ഇത് കേട്ട് എല്ലാവരും വണ്ടറടിച്ച് നിൽക്കുകയാണ്. മറിച്ചാൻ്റെ കിളി ആ ദേശം വിട്ടേ പോയി. ഇത്രയും പറഞ്ഞ് അവൻ അവിടെ നിന്നും ഇറങ്ങി. ഇപ്പോഴാണ് നമുക്കും മനസ്സിലാവുന്നത് മെർച്ചാൻ്റെ കിഡ്നാപ്പിങ്ങിന് പിന്നിലും ഇവൻ തന്നെയായിരുന്നുവെന്ന്. നീതിക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഉള്ളിലെ നന്മയും ചിലപ്പോൾ കെട്ടുപോകും. ജീവിതം തന്നെ അന്ധകാരത്തിൽപ്പെട്ടു. എല്ലാം ഇരുട്ടിൽ, സമയം പോലും. പക്ഷെ നീതിയുടെ ചക്രം ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നു. എൻ്റെ കാത്തിരിപ്പിൽ സമയം തോറ്റു. ഇപ്പോൾ ഉള്ളിൽ പക മാത്രം. അവരുടെ കയ്യിൽ നിന്ന് ഞാൻ സ്വർഗം തട്ടിപ്പറിച്ച് നരകം കൊടുക്കും. ഈ തീ ഇപ്പോൾ ചാരത്തിൽ നിന്നുണ്ടായതാണ്. അതാര് തൊട്ടാലും പൊള്ളും. ഇത്രയും മനസ്സിലോർത്ത് അവൻ അവിടെ നിന്നും നീങ്ങി. നീ തമാശ പറഞ്ഞതാണല്ലേ? 187 ദിവസം, മാരേജ്, കോൺട്രാക്റ്റ് എന്നൊക്കെ. സ്വന്തം കല്യാണക്കാരൻ കേട്ട് കിളി പോയ മറിച്ചാൻ അതിൽ 1-2 കിളിയെ കൂട്ടി കേട്ടിക്കൊണ്ട് ചോദിച്ചു, എൻ്റെ ഈ ഓഫർ നാളെ രാവിലെ വരെ വാലിഡ് ആണ്. നീ ഇത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അതെങ്ങനെ ചെയ്യിക്കണമെന്നും എനിക്ക് നന്നായി അറിയാം. ഇത്രയും പറഞ്ഞ് ആദേശ് അവിടെ നിന്ന് ഇറങ്ങി. എന്ത്? നീ ഹൈദറിൻ്റെ മകളെ പ്രപ്പോസ് ചെയ്തോ? നെസറിനെ ഈ സീനിൽ നിന്ന് ഒഴിക്കാൻ വേറെ വഴിയൊന്നുമില്ല. നീ എന്ത് പണിയാ കാണിച്ചത്? ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വഴി ഉറപ്പായിട്ടും ഉണ്ടാവുമായിരുന്നു. ഇതല്ലായിരുന്നല്ലോ നമ്മുടെ പ്ലാനിൽ ചെറിയ ചേഞ്ച് ഉണ്ട്. ആദിഷിന്റെ ഈ തീരുമാനം കേട്ട് മുസയാനവും അസ്ലയും ഞെട്ടി. നീ എന്ത് ഭ്രാന്തായി പറയുന്നേ? നീ റിവെഞ്ചിന് വേണ്ടി നിന്റെ മാരേജ് നശിപ്പിക്കാൻ പോവാണോ? അതും ആ ഹൈദറിന്റെ പെണ്ണിനെ. ജമാലെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയവനെ. ഞാനെന്തു പറയാനാ? അവൻ എന്ത് തീരുമാനിച്ചോ അത് നടക്കട്ടെ. ഇല്ല, ഇത് നടക്കില്ല. ഇത് നടക്കും, നടന്നേ മതിയാവും. ആദേശ് കുറച്ച് കനത്തിൽ തന്നെ പറഞ്ഞു. ഇതേ സമയം മർജാന്റെ വീട്ടിൽ പതിവ് പോലെ ഗൂഢാലോചന നടക്കുകയാണ്. ഇന്നത്തെ സബ്ജക്റ്റ് ആദേശും അവന്റെ എഗ്രിമെന്റും. അച്ഛാ, ഇതവൻ നമ്മളെ കളിയാക്കിയിട്ട് പോയതാ. 187 ദിവസം പോലും. അവന്റെ പ്രശ്നം ഞാൻ തീർത്തു കൊടുക്കാം. നിങ്ങളൊന്ന് ആദ്യം അടങ്ങ്. ദേ, അവസാനം ഈ പ്രശ്നങ്ങൾക്കിടയിൽ നെസറിട്ടയച്ച് പോകാതെ നോക്കിക്കോ. അവൻ പോയാ പോട്ടെ, നമുക്കിനി അവനെ ആവശ്യമില്ല. അതിലും നല്ല ഓഫറല്ലേ വന്നത്. ഇത് കേട്ട് മറിച്ചാൻ വല്ലാണ്ടായി. എന്തേ, നീ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട ഹൈദർ. ഇത് നല്ലൊരു ചാൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. വിട്ട് കളയണ്ട. ഇല്ല, ആദ്യം ഞാൻ അവനെപ്പറ്റി ഒന്ന് അന്വേഷിക്കട്ടെ. അപ്പോ നമ്മൾ നെസറിന് കൊടുത്ത വാക്കോ? നീ അവന്റെ കാര്യം ഒന്ന് വിട്. ഇത് വെറും 187 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് കാണുന്നതെല്ലാം നമ്മുടെ. ഇത് കേട്ട് മെർജാൻ അവളുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾ എന്തിനെ പറ്റിയാണ് ഈ പോയി കടന്ന് തർക്കിക്കുന്നത്? എന്തെങ്കിലും സെയിൽസിനെ കുറിച്ചാണോ? അതോ നിങ്ങളുടെ മകളുടെ മാരേജിനെ കുറിച്ചോ? അമ്മ, നിങ്ങൾ ഇപ്പൊ സപ്പോർട്ട് ചെയ്ത മനുഷ്യൻ കുറച്ച് ദിവസം കഴിഞ്ഞ് എന്നെ ഡിവോഴ്സ് ചെയ്യും. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതിലും ഭേദം നിങ്ങൾ എന്നെ കൊല്ലുന്നത് തന്നെയാണ്. ഇത്രയും പറഞ്ഞ് സങ്കടപ്പെട്ട് പോവാനൊരുങ്ങി മർജാന്റെ മുന്നിലേക്ക് നെസർ വന്നയാടി. അവൾ അവനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ വേഗം അവിടുന്ന് പോയി. എന്നിട്ട് സിറ്റുവേഷൻ അറിയാതെ പാവൻ നെസർ മർജാനെ കുറച്ചു മുന്നേ തട്ടിക്കൊണ്ട് പോയവനെ പഞ്ഞിക്കിടുന്ന കാര്യം സംസാരിക്കാൻ തുടങ്ങി. ഇതേ സമയം ആദേശിന്റെ വീട്ടിൽ മുസയാനവും അസ്ലയും ആകുന്നതേ ഈ കല്യാണം ഒന്ന് മുളക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. നിനക്ക് ഇത്രയും വലിയൊരു കാര്യം തീരുമാനിക്കുന്നതിന് മുന്നേ എന്നോടൊരു വാക്ക് ചോദിക്കായിരുന്നു. ഞാൻ ഇതേപ്പറ്റി അമ്മയുടെ മുന്നേ സംസാരിച്ചിരുന്നെങ്കിൽ അമ്മ ഇതിന് സമ്മതം തരുമായിരുന്നു. എടപോട്ടാ, നീ എന്ത് നോക്കിയിരിക്കുക? ദേ, ഈ ഇരിക്കുന്ന പോട്ടൻ എന്തോ പിച്ചും പേയും പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് മുസയാനം അവിടെ വെറുതെ ഇരുന്ന പാവം ജമാലിനെ വെക്കിട്ട് കയറി.
ആ, ഇനി എല്ലാം കൂടെ എൻ്റെ നെഞ്ചത്തോട്ട് കയറിക്കോ. എൻ്റെ പൊന്നമ്മ, ഞാൻ ഈ കാര്യത്തിൽ നിരപരാധിയാണ്. അല്ല, നിങ്ങളൊക്കെ എന്തിനാ ഇത്രയും ചൂടാവുന്നേ? ഇതേ സമയം അസ്ലി അവിടെ നെഞ്ചു പൊള്ളി നിൽക്കുകയാണ്. അസ്ലി, കോൺട്രാക്ടിന്റെ ലീഗൽ പേപ്പേഴ്സ് എല്ലാം എത്രയും പെട്ടെന്ന് റെഡിയാക്കണം. എൻ്റെ കളരി പരമ്പര ദൈവങ്ങളെ അവരതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യരുതേ. എന്താ നോക്കുന്നേ? ഞാൻ നിന്റെ എല്ലാ ഡിസിഷനിലും കൂടെ ഉണ്ട് എന്ന് കരുതി ഞാൻ എൻ്റെ ഫീലിങ്സ് മറച്ചു വെക്കേണ്ട കാര്യമുണ്ടോ? എല്ലാ ആർത്തി പണ്ടാരങ്ങളാ. അവരിതൊക്കെ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തു. അവർ അക്സെപ്റ്റ് ചെയ്തേ മതിയാവും, അല്ലെങ്കിൽ ഞാൻ ചെയ്യിപ്പിക്കും. വേറെ വഴിയില്ല. മെർജാന്റെ വീട്ടിൽ ഇതേ സമയം നെസറിന്റെ കാര്യങ്ങളുടെ കിടപ്പ് ഏറെക്കുറെ മനസ്സിലായി. ഇതിനെയൊന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുതായിരുന്നു എന്ന് മനസ്സിലോർത്ത് ചവിട് തുള്ളി നെസർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പൂരകെ മൊറാത്തും. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. മെർജാൻ ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ നിനക്ക്? ആ, ഓക്കെ, ഞാൻ നോക്കിക്കോളാം. ഇതേ സമയം മെർജാനും ഡെമറ്റും ഒരു സമാധാനത്തിന് വേണ്ടി ബീച്ച് സൈഡിൽ വന്ന് തൻ്റെ ഗതികെട്ട ജീവിതത്തെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരത്തിനൊടുവിൽ മെർജാൻ എന്തോ ഒരു കാര്യം തീരുമാനിച്ച് അവിടുന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് നടന്നുപോയി. ഡെമറ്റ് കുറേ പുറകെ നിന്ന് വിളിച്ചെങ്കിലും ആള് നിന്നില്ല. ഇതേ സമയം ആദേശിന്റെ വീട്ടിൽ ആദേശും ജമാലും കൊച്ചുവാർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് നെസറിന്റെ എൻട്രി. ഒരംഗത്തിന് തയ്യാറായി കുറെ ഗുണ്ടകളെയും കൂട്ടിയാണ് വരവ്. ഓ, ഈ മാറിന് ഇവിടെയും വന്നോ? നീ എൻ്റെ പെണ്ണിനെ അടിച്ചുകൊണ്ട് പോയ എൻ്റെ കടം അവിടെ കിടപ്പുണ്ട്. അത് തീർക്കാൻ വന്നതാ ഞാൻ. പക്ഷെ നീ മാപ്പ് പറയുകയാണെങ്കിൽ വേണമെങ്കിൽ ഞാൻ ക്ഷമിച്ചേക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ ചോരപ്പുഴ ഒഴുകും. ജമാലെ, ഈ ചേട്ടൻ എന്നതാടാ ഈ പറയുന്നത്? ആ, എന്താണേലും കേൾക്കാൻ നല്ല രസമുണ്ട്. നീ എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ വെറും കൈയോടെ വരരുതാരും. എന്തെങ്കിലും കാഷ്വാലിറ്റി സംഭവിക്കുന്നതിന് മുന്നേ പെട്ടെന്ന് ഇവിടുന്ന് ഓടിക്കൂ. പെട്ടെന്ന് പുറകെ നിന്ന് നെസറിന്റെ ഗുണ്ടകൾ തോക്കെടുത്തു. അപ്പോൾ നീ ഇവിടുന്ന് കൊണ്ടേ പോകൂ. ഇത് കണ്ട് ജമാൽ ഒരു സിഗ്നൽ കാണിച്ചതും അവരുടെ ഗാർഡ്സ് വീടിന്റെ പല സ്ഥലങ്ങളിൽ നിന്നും നെസറിനെയും ഗുണ്ടകളെയും വളഞ്ഞു. പണി പാടിയത് മനസ്സിലാക്കിയ നെസർ എക്സ്പ്രഷൻ പുറത്ത് കാണിക്കാതെ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് പ്രശ്നം പരിഹരിക്കാൻ നേരത്തെ കുറ്റിയും പറിച്ചിറങ്ങിയ മെർജാന്റെ വരവ്. എന്തുവാടാ ഇവിടെ? ഇതെന്നാ തോക്കും മിസൈലും ഒക്കെ? നിനക്കൊക്കെ എന്താ ഭ്രാന്ത് പിടിച്ചോ? ഇവർ നിന്നോട് ചെയ്തതിനുള്ളത് ഇവർ അനുഭവിച്ചേ മതിയാവും. അതിനിവനൊന്നും ചെയ്തില്ല എന്നെ. നീ ഇപ്പൊ പോ ഇവിടുന്ന്. എങ്കി വാ, നമുക്ക് ഒന്നിച്ചു പോവാം എന്ന് പറഞ്ഞ് അധികാരത്തോടെ മെർജാന്റെ കയ്യിൽ പിടിക്കാൻ വന്ന നെസറിനെ ആദേശ് തടഞ്ഞു. മാറി നിക്കടാ അവിടുന്ന്. നെസർ, നീ ഇപ്പൊ പോ. ഞാൻ ആദേശിനോട് സംസാരിക്കട്ടെ. ഓക്കെ, നമുക്ക് പിന്നെ ഒന്ന് കാണണം. ആയിക്കോട്ടെ. നിനക്കൊക്കെ എന്താ വയ്യേ? ഞാൻ വന്നില്ലായിരുന്നു നീയൊക്കെ തമ്മിൽ തല്ലി ചാകുമായിരുന്നോ? കഴിഞ്ഞത് കഴിഞ്ഞു. അല്ല, നീ എന്തിനാ ഇതിനിടയ്ക്ക് കയറിയേ? ആ, എനിക്കൊന്നും സംസാരിക്കണം. ഞാൻ വന്നത് ഈ മാരേജ് കോൺട്രാക്ട് ഒന്ന് മാറ്റണമെന്ന് പറയാനാണ്. ഇതിനെ കഴിഞ്ഞ് കിടലൻ ഓഫർ ഞാൻ തരാം. ഓ വേണ്ട, തൽക്കാലം വേറൊരു ഓഫറും അക്സെപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ വേറൊന്നും പറയാനല്ലോ, എന്ന മോള് വിട്ടോ എന്നും പറഞ്ഞ് അവൻ വിട്ടടിച്ച ഒരൊറ്റ പോക്ക്. മെർജാൻ പുറകെ. അതെ, നീ ഇവിടെ ഉണ്ടോ? എനിക്കൊരു 5 മിനിറ്റ് മതി, ഒന്ന് സംസാരിക്കണം എന്നും പറഞ്ഞ് അവനെ അന്വേഷിച്ച് ആ ആളില്ലാത്ത വീട്ടിൽ അവൾ ഒരുപാട് അലഞ്ഞു. അവസാനം അവിടെ അടഞ്ഞു കിടന്ന ഒരു മുറി കണ്ട് ഒന്ന് തട്ടി നോക്കി. ഹലോ, ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇതേ സമയം ആ മുറിക്കകത്ത് ഒരു കേസ് ബോർഡ് ഉണ്ടായിരുന്നു. ഹൈദറിന്റെയും അവന്റെ ഫാമിലിയിലെ എല്ലാവരുടെയും ഫോട്ടോസ് അടങ്ങുന്ന ഒരു കേസ് ബോർഡ്. വിളിച്ചിട്ട് റെസ്പോൺസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് മെർജാൻ അകത്തേക്ക് കയറാൻ ഒരുങ്ങി. പെട്ടെന്നൊരു മിന്നല് പോലെ ആദേശ് അവളെ പിടിച്ചു മാറ്റി. നിനക്കെന്താ അവിടെ പരിപാടി? പെട്ടെന്നുള്ള ആദേശിന്റെ നീക്കം കണ്ട് മെർജാൻ ഒന്ന് പാതറി. എന്താ നിന്റെ പ്രശ്നം? നീ വല്ല ഗുണ്ടയാണോ? നീയാണിപ്പോ പെർമിഷൻ ഇല്ലാതെ വീടിനകത്ത് കയറി കുഴപ്പം ഉണ്ടാക്കാൻ നോക്കുന്നത്. ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല, നിന്നെ അന്വേഷിച്ച് വന്നതാണ്. എന്തിന്? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സംസാരിക്കണമെന്ന്. ഞാൻ നിന്നോട് അപ്പം തന്നെ പറ്റില്ല എന്നും പറഞ്ഞില്ലേ? ഗെറ്റ് ഔട്ട്. പക്ഷെ മെർജാൻ പോകുന്ന ലക്ഷണമില്ല. അവൾ അവന്റെ പുറകെ തന്നെ കൂടിയിരിക്കുകയാണ്. അല്ല, അങ്ങനെ അങ്ങ് പോയാലോ? ഓക്കെ, എന്നാ 5 വേണ്ട, 2 മിനിറ്റ്. അതെ, ഇന്നലെ കണ്ട ഒരാളെ കല്യാണം കഴിക്കുന്നതിലും ഭേദമുള്ള ഒരു അടിപൊളി ഓഫർ ഉണ്ട്. ആര് കേൾക്കാൻ? എന്നെ പ്രപ്പോസ് ചെയ്ത ഒരാളോട് സംസാരിക്കാൻ പോലുള്ള റൈറ്റ് എനിക്കില്ലേ? നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? ശരി, 2 മിനിറ്റ്. എന്താന്ന് വെച്ചാ പറയ്, എന്നിട്ട് പൊക്കോണം. ആ, ഓക്കെ. എൻ്റെ കയ്യിലൊരു നല്ല പ്രോജക്റ്റ് ഉണ്ട്. പക്ഷെ ഇത് ചെയ്യാനുള്ള ഫണ്ടിങ് ഇല്ല. നീ പാർട്ട്ണർ ആകുകയാണെങ്കിൽ ഫണ്ടിങ്ങിന് വരെ പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുന്ന പ്രൊജക്റ്റാണ്.
ഓക്കെ, ഇതിലെന്താ ഞാൻ ചെയ്യണ്ടേ? നീ ഈ മാരേജ് വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ ഈ പ്രോജക്റ്റിൻ്റെ മേലുള്ള എല്ലാ റൈറ്റ്സും ഞാൻ നിനക്ക് തരാം. ഞാൻ നല്ല പണിയെടുക്കുന്ന കൂട്ടത്തിലാണ്. ഡേയും നൈറ്റും ഒക്കെ ഞാൻ പണിയെടുത്തോളാം, പ്രോമിസ്. നോ, നിന്റെ 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി വണ്ടി പോട്ടെ. എനിക്ക് മനസ്സിലാവുന്നില്ല നീ എന്തിനാണ് ഇത് വേണ്ടാന്ന് വെച്ചതെന്ന്. ആദ്യം നീ എൻ്റെ കല്യാണം മുടക്കി, പിന്നെ നീ തന്നെ എന്നെ പ്രപ്പോസ് ചെയ്തു. എന്തിന്? ജസ്റ്റ് ബിസിനസ്. 187 ദിവസത്തേക്കുള്ള മാരേജ്. അല്ല, എന്താണ് ഈ 187 ദിവസം? നെസ്സിനെ തോൽപ്പിക്കാൻ വേണ്ടി ഞാനൊരു ബെറ്റർ ഓപ്ഷൻ ഉണ്ടാക്കി. അത് തന്നെ. തോൽപ്പിക്കാനോ? തോൽപ്പിക്കാൻ വേണ്ടി നീ ഒരാളെ കല്യാണം കഴിച്ച് പിന്നെ ഡിവോഴ്സ് ചെയ്യും അല്ലേ? അതെ, അതാണ് എൻ്റെ ഓഫർ. നിനക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം. നീ ആരെയും ചോദ്യം ചെയ്യുന്നത്, അതും എൻ്റെ മുമ്പിൽ നിന്ന്. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഇതിൽ നീ സീരിയസ് അല്ല എന്ന് ഉറപ്പായി. 187 ദിവസം നോൺസെൻസ്. അങ്ങനെ പറയല്ലേ. ചിലപ്പോൾ ഞാൻ സീരിയസ് ആണെങ്കിലോ? ഇനി നിങ്ങൾക്ക് പോകാം. നിനക്കറിയാമോ, ഞാൻ ഓർത്തു നിനക്ക് എന്നെ മനസ്സിലാവുമെന്ന്. നീ ഒരു നല്ല ആളായിരിക്കുമെന്ന് ഞാൻ ഓർത്തു. ബട്ട് ഐ വാസ് റോങ്. നീയും നസ്റും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ഇത്രയും പറഞ്ഞ് സങ്കടപ്പെട്ട് മെർജാൻ അവിടെ നിന്ന് ഇറങ്ങി. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ആദേശിന്റെ മുഖത്തിന് ചെറിയൊരു കുറ്റബോധം കാണാം. ഇതേ സമയം നസീർ തൊട്ടിപ്പുറത്ത് പാത്തിരിപ്പുണ്ടായിരുന്നു. തക്ക സമയത്ത് കാർ സ്റ്റാർട്ടാവാത്തതുകൊണ്ട് മെർജാൻ പെട്ടെന്ന് ടെൻഷനായി. ഈ വണ്ടിക്ക് ഇപ്പൊ ഇതെന്തു പറ്റി? ഇത്ര നേരം കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. ഇതെല്ലാം അകത്ത് നിന്ന് കണ്ടുകൊണ്ടിരുന്ന ആദേശിന്റെ അടുത്തേക്ക് ജമാൽ വന്നു. അതും മർജാന്റെ വണ്ടിയുടെ എന്തോ ഒരു കേബിൾ കയ്യിലിട്ട് കറക്കിക്കൊണ്ട്. വെൽ ഡൺ മൈ ബോയ്, ഇപ്പൊ ശരിയാക്കി തരാം. വാ, ഞാൻ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ തനിയെ പൊക്കോളാം. ഞാൻ കൊണ്ടുവിടാന്ന് പറഞ്ഞില്ലേ? ഒറ്റയ്ക്ക് പോകുന്ന സേഫല്ല. പുറകിൽ തൻ്റെ കാറിന് കാവൽ നിൽക്കുന്ന നസറിനെ നോക്കിക്കൊണ്ട് ആദേശ് പറഞ്ഞു. ഇതിൽ കൂടുതൽ എന്ത് വരാനാ എനിക്ക്? ഇത്രയും പറഞ്ഞ് അവളൊരു ടാക്സിക്ക് കൈ കാണിച്ചു. അവൻ കയറരുതെന്ന് പറഞ്ഞെങ്കിലും അവൾ ബലമായി അകത്ത് കയറി. ഈ കാലമാടന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് സമാധാനിച്ച് അകത്തിരുന്ന മറച്ചാനെ ഞെട്ടിച്ചുകൊണ്ട് ഉണ്ണീട്ടൻ ഫസ്റ്റ് എന്ന് പറഞ്ഞ് ഡ്രൈവറിനെ പുറത്താക്കി ആദേശ് ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. ഞാൻ വണ്ടി വീട്ടിലെത്തിച്ചേക്കാം. വേണ്ട സാർ, ഞാൻ വന്നെടുത്തോളാം. വേണ്ട, അപ്പം എനിക്ക് പിള്ളേരെയും കാണാലോ. അവരെ കണ്ടിട്ട് കുറച്ചായി. ഇത് കണ്ടിട്ട് ഒന്നും മനസ്സിലാകാതെ അന്തം വിട്ട് നിൽക്കുകയാണ് മറിച്ചാൻ. പോവാം. വണ്ടി നിർത്ത്, എനിക്ക് ഇറങ്ങണം. അവൾ പറയുന്നത് മൈൻഡ് പോലും ചെയ്യാതെ അവൻ വണ്ടി എടുത്തു. നിർത്താൻ പറഞ്ഞില്ലേ? ദേ, നിർത്തിയില്ലെങ്കിൽ ഞാനെടുത്ത് ചാടും കേട്ടോ. അവൻ്റെ നോ മൈൻഡ്. ദേഷ്യം വന്ന മറിച്ചാൻ സീറ്റ് ബെൽറ്റ് ഊരി ഡോറിൽ പിടിക്കാവുന്നതും പെട്ടെന്ന് ആദേശ് വന്ന് തടഞ്ഞു. വിടുകയിന്ന്. പ്രശ്നമൊന്നും ഇല്ല, നീ ഒന്ന് അടങ്ങ്. അവൻ്റെ വായിൽ നിന്ന് ആദ്യമായി മനുഷ്യ സംസാരിക്കുന്ന ടോൺ കേട്ടപ്പോൾ അവളൊന്ന് അടങ്ങി. പെട്ടെന്ന് തന്നെ അവർ വീട്ടിലെത്തി. ആദേശിന്റെ കാറിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് നടക്കുന്ന മർച്ചാൻ നസറിനെ കണ്ടു. ആദേശിനെ പറ്റി എന്തോ പറയാൻ തുടങ്ങിയെങ്കിലും മർച്ചാൻ കൂടുതൽ മുഖം കൊടുക്കാതെ നേരെ വീട്ടിലേക്ക് കയറി. അടുത്ത സീനിൽ മർച്ചാന്റെ വീട്ടിലെ കിച്ചനാണ് കാണിക്കുന്നത്. ദേ, ഈ പച്ചക്കറി കഴിക്കൊണ്ടിരിക്കുന്ന സുന്ദരിക്കുട്ടിയാണ് ചീച്ചക്ക്. കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട മിസ് ബിനാസിന്റെ ഒരേ ഒരു മകൾ. ഇനിയൊരു മകനും കൂടെ ഉണ്ട്. അവന്റെ പേരാണ് ബെറാദ്. കുറെ നാളായിട്ട് ഒന്നും ശരിയല്ല നടക്കുന്നത്. എല്ലാവരും ഇവിടെ വിഷമത്തിലാണ്. നമുക്കൊരു പൂജ ചെയ്താലോ? ശരിയാ, ഞാനും ആലോചിച്ചു. ദേ, ഈ വരുന്നവനാണ് ബെറാദ്. ഹോ, മടുത്തു. ആ മാലിക് നല്ല സമയത്താണ് ലീവ് എടുത്തത്. ഇപ്പൊ എല്ലാ പണിയും എന്റെ പെടലിയില്ല. ശരിയാ, അവനൊന്ന് വേഗം വന്നിരുന്നെങ്കിൽ. അല്ല, ചേട്ടന് റിലാക്സ് ചെയ്യായിരുന്നല്ലോ. വരുന്ന വഴിക്ക് നസറും മർച്ചാനും തമ്മിൽ ഏതോ ഒരാളെ പറ്റി വഴക്ക് കൂടുന്നത് കണ്ടു ഗാർഡനിൽ. നിനക്കെന്താ തോന്നുന്നത്? എനിക്കറിയില്ല. മർച്ചാൻ നല്ല ദേഷ്യത്തിലായിരുന്നു. ഏതായാലും ഓക്കെ, ഏതായാലും ആരോടും ഇതൊന്നും പറയാൻ നിൽക്കണ്ട. നമുക്ക് നോക്കാം. സാലറി കിട്ടിയില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അമ്മ വിഷമിക്കണ്ട, ഞാൻ വേറൊരു നല്ല ജോബ് നോക്കുന്നുണ്ട്. നട്ടപ്പാതിരിക്ക് കൊച്ചു വർത്തമാനം പറഞ്ഞ് വീട്ടിലേക്ക് നടക്കാനിറങ്ങിയ ജമാലിനെയും ആദേശിനെയും നസറിന്റെ ഗുണ്ടകൾ വളഞ്ഞു. പിന്നെ രണ്ടുപേരും ഗുണ്ടകളെ എടുത്തിട്ട് അലക്കി. മുസൈനും ഈ സമയം വീട്ടിലെല്ലാവർക്കും ഫുഡ് പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. ഈ സഹായിയെ കണ്ടോ? ഇവളുടെ പേരാണ് സെഹ്റ. മുസൈനത്തിന്റെ ഒഫീഷ്യൽ സർവൻ്റാണ്. അല്ലറ ചില്ലറ തല്ലുകൊള്ളിത്തരങ്ങൾ ഒഴിച്ചാൽ ആള് പാവമാണ്. ഇന്നത്തെ ഡെസേർട്ട് ആദേശിന് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഡൈനിങ് ടേബിൾ നോക്കി വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് അസ്ലി അത് പറഞ്ഞത്. ആക്ച്വലി മുസൈനത്തിന് അസ്ലിക്ക് ആദേശിനോട് തോന്നുന്ന ഈ അടുപ്പത്തെക്കുറിച്ച് അറിയാം. പലപ്പോഴായി മുസൈനം അത് പറഞ്ഞ് വിലക്കാറുണ്ട്. അപ്പോഴാണ് ആദേശും ജമാലും രംഗത്തേക്ക് വരുന്നത്. പക്ഷേ വന്നപ്പോൾ തന്നെ ജമാലിന്റെ മുഖത്തെ മുറിവ് കണ്ട് മുസൈനും അസ്ലിയും എന്തു പറ്റിയതാണെന്ന് അന്വേഷിക്കുകയും ഫൈറ്റ് നടന്നതറിഞ്ഞ് അവരെ വഴക്ക് പറയുകയും ചെയ്യുന്നു. പക്ഷെ കൂടുതൽ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് സീനൊന്നും തണുപ്പിച്ച് ആദേശും ജമാലും അവിടെ നിന്ന് എസ്കേപ്പായി.
മർജാന്റെ വീട്ടിൽ ഇതേ സമയം ഹൈദർ ആദേശിനെ പറ്റി എല്ലാം തലകുത്തിയെന്ന് അന്വേഷിക്കുകയാണ്. അവൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് അറിഞ്ഞപ്പോൾ രണ്ടിൻ്റെയും കണ്ണു മഞ്ഞളിച്ചു. പക്ഷേ 2005 മുന്നേയുള്ള അവൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് ഇവർക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല. എൻ്റെ പൊന്ന് ഹൈദർ, ഇനി കൂടുതൽ കുഴുകുത്തി അന്വേഷിക്കാനൊന്നും നിൽക്കണ്ട. അവരുടെ ഓഫർ നല്ലതാണ്, അത് മാത്രം നോക്കിയാൽ മതി. 187 ദിവസത്തേക്കല്ലേ ഉള്ളൂ. അവനെ എങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുന്നത് അപകടമാണ്. അപ്പോഴാണ് തല്ലുകൊണ്ട് ക്ഷീണിച്ച് മുറാത്ത് വീട്ടിലേക്ക് വരുന്നത്. അയ്യോ മോനെ, എന്തു പറ്റിയടാ? ശബ്ദം കേട്ട് മർജാനും ഹാളിലേക്ക് വരുന്നു. മുറാത്തിൻ്റെ ഈ അവസ്ഥ അവളെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. നാളെ തന്നെ പൈസ കൊടുക്കണം, അല്ല അവർ വെറുതെ ഇരിക്കില്ലമ്മേ. നോക്കൂ ഹൈദർ, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്, അവരെൻ്റെ കൊച്ചിനെ കൊല്ലാൻ നോക്കുന്നു. ഓക്കെ, ഇനി വെച്ച് താമസിപ്പിക്കണ്ട. നെസറിനെ വിളിച്ച് വെഡിങ് പ്രിപ്പറേഷൻ തുടങ്ങാൻ പറയൂ. ഇത് കേട്ട് വിഷമിച്ച് മർജാൻ അവിടെ നിന്നും പോകുന്നു. ഗാർഡനിൽ ഇനി എന്ത് എന്ന് ആലോചിച്ച് നിന്നപ്പോൾ തൊട്ടപ്പുറത്തുനിന്ന കുട്ടിക്കാട് നിന്ന് ഒരു ശബ്ദം. ആരാത്? നീയായിരുന്നോ? നീ എന്താ ഇവിടെ? നിന്റെ കാറ് റിപ്പയർ ചെയ്ത് കൊണ്ടുവന്നതാണ്. ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. ഓക്കെ, എനിവേ താങ്ക്സ്. നിൽക്ക്. എനിക്കറിയാം ഇന്ന് നമ്മളുടെ സംസാരം അത്ര നന്നായി പോയില്ല എന്ന്. പക്ഷേ ഇതെൻ്റെ ലാസ്റ്റ് ചാൻസ് ആണ്. നാളെ ഇതെല്ലാം മാറും. പ്ലീസ്, ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്. ഈ കല്യാണം ഒന്ന് നിർത്ത്. നമുക്ക് മറ്റേ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാം. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ നല്ലോണം ജോലി ചെയ്തോളാം. ഒന്നും കൂടെ ആലോചിക്കുക പ്ലീസ്. പറ്റില്ല. മാരേജ് ഇല്ലെങ്കിൽ ഇവിടെ ഒരു കോൺട്രാക്റ്റും ഇല്ല. പിറ്റേ ദിവസം രാവിലെ നർമിൻ ബിനാസിനോട് മർജാൻ എവിടെയെന്ന് അന്വേഷിക്കുന്നു. അവൾ നടക്കാൻ പോയെന്ന് പറഞ്ഞപ്പോൾ നർമിൻ പെട്ടെന്ന് ടെൻഷനായി മർജാനെ വിളിക്കുന്നുണ്ട്. ഒരു മനസമാധാനത്തിന് വേണ്ടി വന്നതാണ് മർജാൻ ഇവിടെ. കുറച്ചു നേരം കൂടി ഇരുന്ന് ഒന്ന് കാമായിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ദാ നിൽക്കുന്നു. നല്ല കാണി. നിനക്ക് ഈ ഫോളോ ചെയ്യലല്ലാതെ വേറൊരു പണിയില്ലേ? നിനക്ക് തന്ന സമയം കഴിയാറായി. മറുപടി അറിയാൻ വന്നതാണ് ഞാൻ. പേടിക്കണ്ട, ആൻസർ ഉടനെ കിട്ടും. കുറച്ച് നാളുകളായി എൻ്റെ മനസ്സമാധാനം പോയിട്ട്. ഇന്നും ഒരു നശിച്ച ദിവസം തന്നെ. നാളെക്കുറിച്ചും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ ഒരു നല്ല കാര്യം എന്നത് നിന്നെ ഇനി കാണേണ്ടി വരില്ല എന്നതാണ്. അതങ്ങനെ അങ്ങ് നീ ഓർപ്പിക്കണ്ട. ഇത്രയും പറഞ്ഞ് മർജാൻ അവിടെ നിന്ന് പോകുമ്പോൾ ആദേശിനൊരു കാര്യം ഉറപ്പായി. ജമാൽ ഹൈദർ നെസറുമായിട്ട് ഡീൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. ഉടനെ തന്നെ റിസൾട്ട് വരും. പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ നോക്കണം. അത് പറയാൻ പറ്റില്ല. അടുത്ത സീനിൽ മർജാന്റെ വീട്ടിൽ വീണ്ടും ഗൂഢാലോചന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ആദേശിന്റെ ഓഫറായിരുന്നു കുറച്ചുകൂടെ നല്ലത്. അല്ല, നെസർ എവിടെ? അറിയില്ല. അവൻ പറഞ്ഞത് അരമണിക്കൂറിൽ സെൻഡ് ചെയ്യാമെന്നാണല്ലോ. വിളിക്കവനെ. അപ്പോഴാണ് ഇടുത്തി പോലെ ആദേശിന്റെ കാർ അവിടേക്ക് വന്നത്. ഞാൻ അനുവദിച്ച സമയം കഴിഞ്ഞു. എന്താണ് നിങ്ങളുടെ നിലപാട്? നിങ്ങളുടെ ഓഫർ ഞങ്ങൾക്ക് ചേരില്ല. മർജാൻ നെസറിനെ കല്യാണം കഴിക്കാൻ പോവുകയാണ്. ഇതുതന്നെയാണ് നിന്റെയും തീരുമാനം? അതെ. അപ്പോഴാണ് ഒരുപാട് ടെൻഷനായി മുറാദ് ഹൈദറിന്റെ ചെവിയിൽ ഒരു രഹസ്യം വന്ന് പറയുന്നത്. ഡാഡി, പണി പാളി. നെസർ കസ്റ്റഡിയിലാണെന്ന്. അവനെതിരെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. അവൻ്റെ അക്കൗണ്ട്സ് എല്ലാം ഫ്രീസാക്കി. ഇത് കേട്ട അവർ പതിവ് പോലെ ടെൻഷനായി നിൽക്കുമ്പോൾ, വാടാ, ഇനി ഇവിടെ നിന്നിട്ട് എന്തിനാ? സംഭവം ഏറ്റു എന്നറിഞ്ഞ് ആദേശ് ജമാലിനെ വിളിച്ചോണ്ട് പതിയെ നടന്നു. പുറകിന്ന് വിളി വരുമെന്നറിയാവേ. ദേ ഹൈദർ, വിളിക്കവനെ, ദേ അവൻ പോകുന്നു. അത് കേട്ട് ഒന്നാലോചിച്ചിട്ട് ഹൈദർ ആദേശിനെ വിളിച്ചു. പക്ഷെ അത് കേട്ട് ഞെട്ടിയത് മർജാനാണ്. ഞങ്ങൾ നിന്റെ ഓഫർ അക്സെപ്റ്റ് ചെയ്തു, വിത്ത് ഓൾ കണ്ടീഷൻ. അവൻ്റെ പ്ലാനിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് പൂർത്തിയായപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് പഴയ പല കാര്യങ്ങളും കടന്നു വരികയാണ്. അത് ഓർത്തെടുക്കുന്ന ഓരോ നിമിഷവും അവൻ ഹൈദറിനോടുള്ള ദേഷ്യം ഇരച്ചു കയറുന്നു. പക്ഷെ ഇതേ സമയം ഹൈദറിൻ്റെ തൊട്ടരികിൽ നിസ്സഹായായി എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ നിൽക്കുന്ന മർജാനെ നമുക്ക് കാണാം. ഇതൊരു യുദ്ധമാണ്. ഈ തീ നിന്റെ സ്വർഗത്തെ നരകമാക്കൂ. അതെ, ഇതൊരു യുദ്ധമാണ്. ഞാൻ ഈ തീ കൂടെ തന്നെ കടന്നു പോകും. ഭയമില്ലാതെ, എൻ്റെ അവസാനത്തെ പറ്റി പോലും ചിന്തിക്കാതെ. ഇനിയൊരു തിരിച്ചുപോക്കില്ല. എല്ലാം അവസാനിപ്പിക്കുമ്പോൾ തീയും ചാരം പോലും ബാക്കിയാവില്ല. മൂന്നാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ 2 ദിവസത്തിന് ശേഷമുള്ളൊരു രാവിലെ ആദേശ് ആൻഡ് ഫാമിലി മർജാന്റെ വീടിന് മുമ്പിൽ വന്ന് ഇറങ്ങുന്നത് കാണിക്കുന്നു.
ഇവരെ നോക്കി ചെകുത്താൻ കുരിശി കണ്ട എക്സ്പ്രഷന് നൽകുന്ന കുറെ ആത്മാക്കൾ ഇപ്പുറത്തുമുണ്ട്. എൻ്റെ ബാല്യം ഈ 4 ചുവരുകൾക്കുള്ളിൽ നഷ്ടപ്പെട്ടതാണ്. ഇവിടുത്തെ ഓരോ മണൽത്തരികൾക്കും എൻ്റെ കരച്ചിൻ്റെ ആഴമറിയാം. പക്ഷെ ഇപ്പോൾ ഞാൻ ആ ചെറിയ കുട്ടിയല്ല. ഇതേ സമയം ഹൈദറിൻ്റെ വീട്ടിൽ ബാക്കിയുള്ളവരെല്ലാം കുറച്ചൊന്നൊതുങ്ങി, മറച്ചാനൊഴികെ. അതിന് മുന്നോടിയായി ഇവരെ ആദ്യം ഇൻവൈറ്റ് ചെയ്യുന്നതും നെർമിനാണ്. പക്ഷെ രണ്ടും കൽപ്പിച്ചുള്ള മർച്ചാൻ്റെ നിൽപ്പ് കണ്ട് മോളെ പ്ലീസ് കുളമാക്കരുത് എന്ന് മനസ്സിൽ പറഞ്ഞ് നെർമിൻ അവളോട് അവരെ ഇൻവൈറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ചൊറിച്ചൽ സ്വഭാവം ജന്മനയുള്ള മുസയണ്ണത്തിന് ആ വെൽക്കം പിടിച്ചില്ല. ഇനിയുള്ള 187 ദിവസത്തേക്ക്, അതായത് നീ ആദിഷ് ഖറാന്റെ ഭാര്യയായിരിക്കുന്നിടത്തോളം നീ ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് മുസയണ്ണൻ മർജാന്റെ നേരെ കൈനീട്ടി. ഒട്ടും താല്പര്യമില്ലാതാണെങ്കിലും മർജാൻ പിന്നെ അവരുടെ കയ്യിൽ മുത്തി. അത് കഴിഞ്ഞ് ഗസ്റ്റുകളെ ഹെൽപ്പ് ചെയ്യൂ എന്ന് ബിനാസിനോടൊന്ന് പറഞ്ഞത് മാത്രമേ നെർമിന് ഓർമ്മയുള്ളൂ. അപ്പോൾ തന്നെ മുസയണ്ണ അടുത്ത ബോംബ് പൊട്ടിച്ചു. ആരുടെ ഗസ്റ്റ്? ഞങ്ങൾ ഈ വീടിന്റെ ഉടമസ്ഥനാണ്, മര്യാദയ്ക്ക് സംസാരിക്കണം. എനിക്കിതൊന്നും കാണാനുള്ള ത്രാണിയില്ലെന്ന് പറഞ്ഞ് സീനിൽ നിന്ന് നൈസായി ഒഴിയാൻ നോക്കിയ മുറാത്തിനെ ജമാൽ പിടിച്ചു നിർത്തി. എങ്ങോട്ട് പോന്നു? അവിടെ നിൽക്കടാ. എന്നാ പിന്നെ നമുക്ക് സമയം കളയാതെ ആ ചടങ്ങിലേക്ക് കടക്കാം. അസ്ലി, ഡോക്യുമെന്റ്സ് ഒക്കെ റെഡിയല്ലേ? എല്ലാം സെറ്റാണ്. പോരാത്തതിന് എല്ലാവർക്കും ആളാം വീതം ഞാനോരോ കോപ്പി വീതം അയച്ചിട്ടും ഉണ്ടായിരുന്നു. വായിച്ചു കാണും. 1 മണിക്കൂറിനകം കമ്പനിയിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. എല്ലാവരും കൃത്യസമയത്ത് എത്തിയേക്കണം അങ്ങോട്ട്. മോനെ, അകത്ത് കയറുന്നില്ല നീ? അതെന്തിനാ? നീ അവറ്റുകളുടെ മോന്ത കണ്ടില്ലേ? ആഹാ, എന്തൊരാനന്ദം. ഇല്ല, പണി ഇതുവരെ തുടങ്ങിയിട്ടേ ഉള്ളൂ. എടാ, ഇതുവരെയുള്ള പണിയെല്ലാം സൂപ്പറാണ്. ഇനി നീ ആ മാരേജിൽ നിന്നൊന്ന് മാറിയാ ബാക്കി കൂടി സെറ്റാവും. ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് സംസാരിച്ച് കഴിഞ്ഞതല്ലേ? എടാ, നെസർ ഉള്ളത് കൊണ്ടല്ലേ നീ ഈ മാരേജിന് ആദ്യം ഓക്കെ പറഞ്ഞത്? ഇപ്പം ആ മാങ്ങത്തലാൻ്റെ കാര്യത്തിൽ തീരുമാനമായില്ലേ? പിന്നെന്തിനാ ഈ കല്യാണം? ഒന്നുകൂടി ആലോചിക്കുന്നേ. ആലോചിക്കട്ടെ. ഇത് കേട്ട് അസയുടെ മനസ്സിലാണ് ലഡ്ഡു പൊട്ടിയത്. അടുത്ത സീനിൽ മർജാന്റെ വീടുമുറ്റമാണ് കാണിക്കുന്നത്. എല്ലാവരും കിളിപോയ അവസ്ഥയിൽ നിൽക്കുന്നു. ഇത് വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മർജാൻ, നമ്മൾ ഓൾറെഡി ഇതിലെല്ലാം സൈൻ ചെയ്തതാണ്. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? ആര് സൈൻ ചെയ്തു? ഞാനൊരിടത്തും കൊണ്ട് സൈൻ ചെയ്തിട്ടില്ല. ഈ പൊട്ട കൊണ്ടാട്ടിൽ എൻ്റെ പട്ടി സൈൻ ചെയ്യും. ഇത് കേട്ട് ഹൈദർ ഇവളിത് എന്തിനുള്ള പുറപ്പാടാണെന്ന് ആലോചിച്ച് ഒരൊറ്റ നിപ്പ് നിന്നു. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് ഹൈദറിന്റെ കമ്പനിയിലേക്കുള്ള ആദിഷിന്റെ ഒരു മാസ് എൻട്രി കാണിക്കുന്നു. അസ്ലിയും ജമാലും കൂടെ ഉണ്ട്. ദേ, ആദിഷിന്റെ കൂടെ സൈഡിൽ നടക്കുന്ന ചേച്ചിയെ കണ്ടോ? ഇവരുടെ പേരാണ് സാഹിദ. ആദിഷിന്റെ ഒഫീഷ്യൽ അസിസ്റ്റന്റ് ആണ്. പുള്ളിക്കാരിയുടെ അവൻ കഴിഞ്ഞ 5 വർഷത്തെ ഫയലെല്ലാം ഒന്നും കൂടി ചെക്ക് ചെയ്യാൻ പറയുന്നു. മോനെ ആദിഷേ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആ നെസർ അറസ്റ്റിൽ നിന്ന് ഊരിപ്പോന്നു. ഇവനെ കൊണ്ട് അവനെ സൂക്ഷിക്കണം. കൊടുക്കുന്നുണ്ട് ഞാൻ അവനിട്ട്. നീ എന്താ അപ്സെറ്റ് ആയിരിക്കുന്നേ? ആ നെസറിനെ കുറിച്ച് ഓർത്തിട്ടാണോ? ആണെങ്കിൽ അതൊന്ന് വിട്, അവനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ജമാൽ ആദേശിനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മർജാന്റെ എൻട്രി. മർജാനെ കണ്ട് ഓടിച്ചാടി പോന്ന ഇവന്റെ പേരാണ് യസാർ. മർജാന്റെ സ്വന്തം ആളാണ്. മാഡം, എന്തൊക്കെ ഇവിടെ നടക്കുന്നേ? ഈ ഖറാൻസ് എങ്ങനെയാ നമ്മളെ തൊട്ടത്? ഈ വെഡിങ് വരെ സമയമുണ്ട്, നമുക്ക് ശരിയാക്കാം. ഞാൻ പറഞ്ഞ സാധനം നീ പ്രിപ്പയർ ചെയ്തോ? അതൊക്കെ ഞാൻ ചെയ്തു. ഒരു കോപ്പ് ഞാൻ ഇമെയിലിലേക്ക് അയച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇതുമായിട്ട് എനിക്ക് മീറ്റിംഗ് റൂമിലേക്ക് ചെന്ന് കയറാൻ പറ്റില്ല. യവന്മാർ അത് മണത്ത് കണ്ടുപിടിക്കും. എൻ്റെ ക്യാബിനിലേക്ക് വെച്ചേക്ക്, ഞാൻ മീറ്റിംഗ് കഴിഞ്ഞെടുത്തോളാം. ആ അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യം എന്തായി? അത് ശരിയായോ? കിട്ടി. അതേ പ്ലേസ്, അതേ ടൈം. ഓക്കെ, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടടാ. ദേ ആദർശ് സാർ നമ്മളെ നോക്കുന്നുണ്ട്. ഞാൻ കണ്ടു. അഹമ്മദ് സാറുമായിട്ടുള്ള മീറ്റിംഗ് നന്നായി പോയാൽ ഇവനെ നമുക്ക് പുകച്ച് പുറത്തേ അടിക്കാം. അവൻ്റെ ഒരു കോൺട്രാക്റ്റ്. ദേ, ആ നിൽക്കുന്ന കുറിപ്പ് എന്തോ ഒപ്പിക്കുന്നുണ്ട്. മിക്കവാറും അത് എൻ്റെ നെഞ്ചത്തോട്ടുള്ള പണി തന്നെയായിരിക്കും. പുറത്ത് ഹൈദറും മുറാത്തും കമ്പനിയിൽ വന്നിറങ്ങിയപ്പോൾ നസർ ചാടി വന്ന് അവരുടെ മുന്നിൽ നിന്നു. എന്നിട്ട് വീണ്ടും കാലും മാറിയതിൽ ഹൈദറിൻ്റെ 2 എണ്ണം പറയുന്നു. ഹൈദറും വിട്ടുകൊടുത്തില്ല. പിന്നെ ഹൈദർ നസറിൻ്റെ കഥ ചോദിച്ചറിഞ്ഞു. അതായത് ഈ പാവപ്പെട്ടവൻ്റെ അക്കൗണ്ട് എല്ലാം ബ്ലോക്ക്ഡാണ്. അതിന് ഏത് കാലത്ത് അൺബ്ലോക്ക് ആവുമെന്ന് അവന് പോലും അറിയില്ല. ഇത് കേട്ട് ഹൈദർ ഇനി മാരേജിന്റെ കാര്യം മിണ്ടിപ്പോരുത് എന്ന് നസറിനോട് പറഞ്ഞിട്ട് അകത്തേക്ക് പോയി. പക്ഷെ കൂടെയുള്ള മുതലിനെ നസർ അവിടെ പിടിച്ചു നിർത്തി. ഇവരുടെ മാരേജ് തടയേണ്ടത് അത് നിന്റെ ഉത്തരവാദിത്തമാണ്. എൻ്റെ പൊന്നു നസർ, എല്ലാം കഴിഞ്ഞു. അച്ഛൻ പറഞ്ഞത് കേട്ടില്ല നീ? ഇതുങ്ങളൊക്കെ കൂടി ഇന്ന് രാവിലെ വീട്ടിലേക്ക് വന്നായിരുന്നു. നിക്ക്, അങ്ങനെ അങ്ങ് പോവാതെ. വേറെ ഒരു വഴിയില്ലെങ്കിൽ അവനങ്ങ് തട്ടിയാലോ? കൊല്ലാനോ? നീ എന്ത് വൈ പറയുന്നേ? പോട കള്ളാവിടുന്ന്. പറയുന്ന കേട്ടാത്തൊന്നും ആദ്യമായിട്ടാണ്. ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തി നസർ ആദിഷിനെ കൊല്ലാനായി ഒരു ഗണ്ണെടുത്ത് മുറാത്തിന്റെ കയ്യിൽ വെച്ച് കൊടുത്തു. ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ
നാളെ ഈ വീഡിയോ പബ്ലിക് ആവാതെ ഞാൻ നോക്കിക്കോളാം. മീറ്റിംഗ് റൂമിൽ ആദേശ് ടീം നേരത്തെ തന്നെ എത്തി. പുറകെ കയറി വന്ന ഹൈദർ ആദേശ് ഇരിക്കുന്ന സീറ്റ് നോക്കി പല്ലിറുമ്മി. കടം കയറി മുടിയുന്നതിന് മുന്നേ ഉള്ള തന്റെ സ്വന്തം സീറ്റിലാണ് ഇപ്പോൾ ഈ പന്ത് കയറിയിരിക്കുന്നത്. ഹൈദറിനെയും തെറ്റു പറയാൻ പറ്റില്ല, ആർക്കായാലും ദേഷ്യം വരും. സാഹിദ് ഐശ്വര്യമായി മീറ്റിംഗ് തുടങ്ങിയപ്പോൾ അതാ ഒരു കുഞ്ഞാട് വാതിൽ തുറന്ന് കയറി വന്നു. മീറ്റിംഗ് കഴിഞ്ഞിട്ടാണോടാ കയറി വരുന്നത് എന്ന് പറഞ്ഞ് കയറി വന്ന പാടെ മുറാത്തിനെ ആദേശ് ഗെറ്റൗട്ട് അടിച്ചു. വെറും 2 മിനിറ്റ് വൈകിയതിനാണോ നിന്റെ ഈ പ്രഹസനം? ഇത് പ്രഹസനമല്ല, ഇതാണ് പഞ്ച്വാലിറ്റി. ഇത് കേൾക്കേണ്ട താമസം ജമാൽ ചാടി ഓടിച്ചെന്ന് വാതിൽ തുറന്നു കൊടുത്ത് മുറാത്തിനെ പടിയടച്ച് പിണ്ടം വെച്ചു. ഇത് ഇൻസൾട്ടായി തോന്നിയ മുറാത്ത് നസർ പറഞ്ഞ കാര്യം ഒന്നും കൂടി ആലോചിക്കുന്നു. കോൺട്രാക്ട് പ്രകാരം പാർട്ട്ണർഷിപ്പ് മാരേജ് കഴിഞ്ഞ് മാത്രമേ നടപ്പിലാകൂ. അതുവരെ കമ്പനിയിലുള്ള എല്ലാ പേയ്മെന്റ്സും അക്കൗണ്ട്സും സസ്പെൻഡ് ചെയ്യും. സ്വന്തം കാശ് മാത്രമേ കയ്യിലുണ്ടാവൂ എന്ന് സാരം. ഇത് കേട്ട് കൺട്രോൾ പോയ ഹൈദർ ചാടി എണീറ്റ് പോവാൻ തുടങ്ങിയപ്പോൾ ആദേശ് മീറ്റിംഗ് ഇനിയും കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഹൈദറിനെ തടഞ്ഞു. ഇനി മുതൽ ലീഗൽ പേപ്പേഴ്സ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് അസ്ലി ആയിരിക്കും, ഫൈനാൻഷ്യൽ പേപ്പേഴ്സ് എല്ലാം സാഹിദ്. ഇത്രയും മാറ്റങ്ങൾ എന്തിനാണ്? ഇവിടെ ഓൾറെഡി ഒരു സിസ്റ്റം ഉണ്ടല്ലോ. ഈ കമ്പനിയുടെ CEO ഇപ്പം ഞാനാണ്, അതുകൊണ്ട് ഡിസിഷനും ഞാൻ എടുത്തോളാം. സാഹിദിനെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളുടെ ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ യാസിറിന്റെ പേരാണ് മെർജാൻ സജസ്റ്റ് ചെയ്യുന്നത്. മീറ്റിംഗ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് അടുത്ത സെക്കൻഡിൽ ഹൈദർ ചാടി വെളിയിലിറങ്ങി. എല്ലാവരും പോവാൻ ഇറങ്ങിയപ്പോൾ ആദേശ് മെർജാനോട് മാത്രം നിൽക്കാൻ പറഞ്ഞു. ഇത് അസ്രീം ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് തിരക്കുണ്ട്, ഞാൻ പോവുക. നിൽക്ക. എന്തിന്? ബിക്കോസ് എനിക്ക് തന്നെ ആവശ്യമുണ്ട്. അവനെ നോക്കി പല്ലിറമ്മിക്കൊണ്ട് ഇരുന്നിടത്ത് തന്നെ അവളിരുന്നു. അടുത്ത സീനിൽ തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് തേരാപ്പാര നടക്കുന്ന നെർമിന്റെ അടുത്തേക്ക് മുസയാനം വരുന്നു. നെർമിനത് മൈൻഡ് ചെയ്യാതെ മുന്നിൽ നിൽക്കുന്ന മുസയാനത്തിനെ കേൾപ്പിക്കാൻ വേണ്ടി മാരേജിന്റെ കാര്യം ഇൻഡയറക്റ്റായി ഓർപ്പിക്കുന്നുണ്ട്. എന്നിട്ട് മാറി നിന്ന ബിന്നാസിനെ നോക്കി സെഹറ പറയുന്ന പോലെ ഇനി കേൾക്കാവൂ എന്നൊക്കെ പറഞ്ഞു വിടുന്നു. നമുക്ക് കുട്ടികളുടെ കല്യാണത്തിനെ കുറിച്ച് സംസാരിക്കണ്ടേ? ഞങ്ങളുടെ അന്തസ്സിന് ചേർന്ന് ആർഭാടമായിരിക്കണം അത്. ഏത് കല്യാണം? ആ പെണ്ണിനെ ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചു, ഇനി ഇതിന്റെ കല്യാണവും ഞങ്ങൾ നടത്തി കൊടുക്കണോ? ഇത് കേട്ട് ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് നെർമിൻ. വെറും 187 ദിവസത്തേക്കല്ലേ ഉള്ളൂ, അതിനത്ര ലക്ഷറി ഒന്നും വേണ്ട. ആദേശിന്റെ സൗകര്യത്തിന് അവൻ ഒരു ഡേറ്റ് പറയും, അന്നായിരിക്കും കല്യാണം. ഇതേ സമയം കമ്പനിയിൽ ആദേശ് ഓൺഗോയിങ് പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചതും ഇടയ്ക്ക് കയറി മറിച്ചാൻ ഓൾറെഡി അതൊക്കെ മെയിൽ ചെയ്തു എന്ന് പറഞ്ഞ് വീണ്ടും അവിടുന്ന് പോകാനൊരു ശ്രമം നടത്തുന്നു. പക്ഷെ ആദേശ് അഗൈൻ വിട്ടില്ല. ഉടനെ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പ്രൊജക്ടിന്റെ കാര്യം ചോദിച്ചപ്പോൾ അത് തൽക്കാലം റെഡി അല്ലാത്തത് കൊണ്ട് ആദ്യം മർജാൻ ഒന്ന് പെട്ടു. പക്ഷെ യാസിനോട് പറഞ്ഞ് ഉടനെ ശരിയാക്കാം എന്ന് പറഞ്ഞ് അതും അവള് സെറ്റ് ചെയ്തു. ഇതെന്തോ ഇത്? ഓക്കെ കമിയർ. ഇതെന്താ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ ആദേശ് മർജാനെ അടുത്തേക്ക് വിളിച്ചു. ജോലിയോട് എന്നാ പറഞ്ഞാലും മർജാൻ ഒടുക്കത്തെ ആത്മാർത്ഥതയാണ്. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ അവൾ ഒരൊറ്റ നിപ്പി പറഞ്ഞു തീർത്തു. പൈ ആദേശ് പ്രൊജക്റ്റിൽ മാത്രം ശ്രദ്ധിച്ചാണ് കേട്ടോ നിൽക്കുന്നത്. കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ ശേഷം മർജാൻ ഒന്നും കൂടെ പോവാനൊരു ശ്രമം നടത്തിയപ്പോൾ സ്വാഭാവികമായി ആദേശ് വിട്ടില്ല. പിന്നെയും കുറച്ച് കലപില സംസാരിച്ച് വഴക്ക് കൂടുന്ന പോയിന്റ് എത്തിയപ്പോൾ അവൾ പിന്നെയും എസ്കേപ്പ് ആവാൻ നോക്കി. ആദ്യം ഒത്തില്ലെങ്കിലും പിന്നെ അവൾ അവിടെ നിന്നും ഇറങ്ങി. ഇതിനെ മെരുക്കിയെടുക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെടും. മർജാന്റെ ചാട്ടം കണ്ട് ആദേശ് മനസ്സിലോർത്തു. അടുത്ത സീനിൽ നേരത്തെ പറഞ്ഞുറപ്പിച്ച മീറ്റിങ്ങിന് വേണ്ടി ഒരു കഫേയിലിരിക്കുന്ന മർജാനെ കാണിക്കുന്നു. പക്ഷെ അവളുടെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് വന്നത് ആദേശാണ്. ഇത് കണ്ട് കണ്ണു തള്ളി മർജാൻ ഒരൊറ്റ നിപ്പ് നിന്നു. തന്റെ എല്ലാ പ്ലാനും പാളിപ്പോയതറിഞ്ഞ് മർജാൻ പെട്ടെന്ന് സെഡായി. നിനക്കറിയാമോ, അഹമ്മദും ഞാനും ഒരു സ്കൂളിലാണ് പഠിച്ചത്. പുള്ളി എന്റെ സീനിയർ ആയിരുന്നു. ഇപ്പൊ പുള്ളി ഞാനാണ് കമ്പനിയുടെ പുതിയ CEO എന്നറിഞ്ഞപ്പോ ഒരുപാട് സന്തോഷമായെന്ന് പറഞ്ഞു. ഇവന്റെ ഈ ചൊറിയുന്ന വർത്താനം കൂടെ കേട്ടപ്പോ മർജാൻ വാവിട്ട് തന്റെ ഈ വിവാഹത്തിനോടുള്ള എതിർപ്പ് അറിയിച്ചു. എന്നിട്ട് പോവാൻ തുടങ്ങിയ അവളെ പിടിച്ചു നിർത്തി അവനൊരു വാണിംഗ് കൊടുക്കുന്നു. മർജാൻ ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല. അങ്ങനെ ഇനി കൂടുതൽ എന്തെങ്കിലും ഒപ്പിക്കുന്നതിന് മുൻപേ അതിനെ പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി. കുറച്ച് എതിർപ്പുണ്ടായിരുന്നെങ്കിലും അതൊന്നും അവൻ മൈൻഡാക്കിയില്ല. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് ബിന്നാസിന്റെ അടുക്കള കാണിക്കുന്നു. ബറാത്ത് ഇപ്പോഴും ജോബ് അന്വേഷിക്കുകയാണ്. ശോ, എന്നാലും ഇവർക്ക് ഇങ്ങനൊരു ഗതി വന്നത് കഷ്ടമായി. ആയ കാലത്ത് അവർ ചെയ്ത് കൂട്ടിയതിന്റെ ഒക്കെ തിരിച്ചു കിട്ടാൻ തുടങ്ങിയെന്ന് കൂട്ടിയാൽ മതി. ബിന്നാസിന്റെ വായിൽ നിന്നും അറിയാതെ വന്നതാണിത്. പക്ഷെ അവർ പിന്നെ കൂടുതലൊന്നും വിട്ടു പറയുന്നില്ല. ആ സെഹറ ഭയങ്കര ശല്യമാണ്. ആ പന്നിക്കുട്ടിയെ ഞാൻ നോക്കിക്കോളാം. അല്ല, എന്തൊരു തൊലിക്കെട്ടിയാണെന്ന് നോക്കിയോണേ.
വെഡിങ് കഴിയുന്നതിന് മുന്നേ ഇവിടെ താമസിക്കാൻ. ഡേറ്റ് ക്ലിയർ അല്ലെന്ന് തോന്നുന്നു. എന്തായാലും ചെയ്യട്ടെ. അപ്പോഴുണ്ട് ദേ വരുന്ന സെഹ്റ. പുള്ളിക്കാരി വന്ന ഉടനെ അവളുടെ ഭരണം തുടങ്ങി. ചീച്ചക്കും ബിനാസും അവിടെ പല്ല് കടിച്ചാണ് നിൽപ്പ്. എടി കൊച്ചുവണ്ണെ, നീ കൂടുതലങ്ങ് ഭരിക്കാൻ വരല്ലേ. നീ ജനിക്കുന്നതിന് മുന്നേ തുടങ്ങിയതാ ഞാൻ ഈ പണി. ഇത് കേട്ട് നാക്കിളിക്ക് സെഹ്റ വേഗം സ്ഥലം വിട്ടു. അടുത്ത സീനിൽ ആദേശം മറിച്ചാനും വീട്ടിൽ വന്നിറങ്ങുന്നു. അതെ, ഒന്ന് നിന്നേ. ഇനി മുതൽ നീ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യണം. ഒരു കാര്യം പോലും എന്നെ അറിയിക്കാതെ ചെയ്യരുത്. കമ്പനിയിലും മാൻഷനിലും. ഇത്ര കണ്ട് ഭരിക്കാൻ ഞാൻ നിന്റെ കെട്ടിയോളൊന്നുമല്ല. അതൊക്കെ അങ്ങ് നടക്കും ഫ്യൂച്ചർ വൈഫി. ഇത് കേട്ട് ചവിട്ടിത്തുള്ളി മർജാൻ അകത്തേക്ക് പോയി. ഇതേ സമയം പുറകിൽ മുറാദ് ആദേശനെ നോക്കി നിൽപ്പുണ്ട്. നെസറിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. യമൻ ഇതുവരെ ആദേശനെ തട്ടാത്തതിനുള്ള കാരണം ചോദിച്ച് മുറാദിനെ വഴക്ക് പറയുന്നു. മോനെ, ഇത് കൊതുകിനെ കൊല്ലുന്ന പോലെ അല്ല. ഇത് കേട്ട് നസീർ ഒന്നും കൂടെ വീഡിയോയുടെ കാര്യം ഓർപ്പിച്ചപ്പോൾ മുറാത്ത് ഒന്നടങ്ങി. ഇതൊന്നും അറിയാതെ ആദേശ് അവിടെ തന്നെ നിൽപ്പുണ്ട്. മുഖം മാറിയുള്ള അവന്റെ നിൽപ്പ് കണ്ട് ജമാലിന് കാര്യം പിടികിട്ടി. നീ മാൻഷനിൽ കയറിയില്ലേ? അവന്റെ മൂഡ് ശരിയല്ല എന്ന് കണ്ട് ജമാൽ അവനെ ആശ്വസിപ്പിക്കുന്നു. അതാണ് ബറാത്ത്. പോത്തുപോലെ വളർന്നിട്ടും അവന്റെ മുഖഭാവത്തിന് ഒരു മാറ്റമില്ല. പണ്ടത്തെ പോലെ തന്നെ. ദേ ചീച്ചക്ക്, അവളന്ന് ഒരുപാട് ചെറുതാ. പക്ഷെ ആ കാലമൊക്കെ അവരങ്ങ് മറന്നു തോന്നുന്നു. ബിനാസ് ചേച്ചിയാണ് എനിക്ക് ഫുഡ് തന്നിരുന്നത്. പക്ഷെ ഹൈദർ ഒരു ദിവസം അത് കണ്ടുപിടിച്ചു. അവർ ഒരുപാടന്ന് വഴക്ക് കേട്ടു. പിന്നെ അവരെനിക്ക് ഫുഡ് കൊണ്ടുവന്നില്ല. എന്നിട്ട് അവൻ പുറകെ കിടന്ന ഒരു ഒറ്റമുറി വീടിൻ്റെ അടുത്തേക്ക് നടന്നു. അവള് ചത്തു. ഇനി ഞാൻ പറയുന്നത് നീ കേട്ടോണം. ഞാനൊരു ദിവസം ഇതിനെല്ലാം നിങ്ങളെ കൊണ്ട് പകരം ചോദിപ്പിക്കും. ആ വഴികളിലൂടെ നടക്കുമ്പോൾ പഴയ പല കാര്യങ്ങൾ വീണ്ടും അവൻ്റെ ചെവിയിൽ മുഴങ്ങി. അടഞ്ഞു കിടന്ന ആ മുറി തുടർന്നപ്പോൾ അവൻ വീണ്ടും അവൻ്റെ ചെറുപ്പം ആ മുറിയിൽ കണ്ടു. ഒച്ച ഉണ്ടാക്കിയ കാല് തല്ലി ഓടിക്കും ഞാൻ. നിന്റെ അച്ഛനും അമ്മയും ചത്തു. ഇനി ഇതാണ് നിന്റെ സ്ഥലം. ഇതെല്ലാം ഓർത്ത് അവൻ അവിടെ ഇരുന്ന് ഒരുപാട് കരയുകയാണ്. പെട്ടെന്ന് അവൻ കണ്ണു നിറച്ച് വീണ്ടും ദേഷ്യത്തോടെ എഴുന്നേറ്റു. അടുത്ത സീനിൽ മുസയാനും മർജാന്റെ റൂമിൽ തുണി കച്ചവടത്തിന് വന്നതാണ്. അതും എല്ലാം നല്ല കണ്ണാടി പോലത്തെ നേർത്ത തുണികൾ. എന്താ ഇവിടെ പരിപാടി? ഞാൻ മണവാട്ടിയുടെ റൂം ഒരുക്കുന്നു. എന്റെ റൂമിൽ പെർമിഷൻ ഇല്ലാതെ കയറാൻ നിങ്ങളോട് ആര് പറഞ്ഞു? നീ ആരാടി എനിക്ക് പെർമിഷൻ തരാൻ? ഇപ്പൊ ഈ മാൻഷനും ഈ റൂമും ഒക്കെ ഞങ്ങളുടെയാ. എന്നിട്ട് അതിൽ നിന്നൊരു അരിപ്പ പോലത്തെ ഡ്രസ്സ് എടുത്ത് കാണിച്ച് ഇത് ഫസ്റ്റ് നൈറ്റിൽ ഇടണം എന്ന് പറയുന്നു. പോ ഇവിടുന്ന്. ഈ കല്യാണം കഴിയുമ്പോൾ നീ ഒരു ഭാര്യയുടെ എല്ലാ ഡ്യൂട്ടീസും ചെയ്യണം. എല്ലാം. ഞാൻ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ മകന് ഈ കമ്പനിയുടെ പാർട്ട്ണർ ആവണമായിരുന്നു. അതുകൊണ്ട് അവൻ ഈ മാരേജ് കോൺട്രാക്ട് ഉണ്ടാക്കി. ഇങ്ങനെ ടെമ്പർ തെറ്റി നിൽക്കുമ്പോഴാണ് ബാക്കി കണ്ണാടി ഡ്രസ്സും കൊണ്ട് സെഹറയുടെ വരവ്. എടുത്തോണ്ട് പോകുന്നുണ്ടോ ഇത്? പോവാൻ എന്ന് പറഞ്ഞ് അവൾ അതെല്ലാം വലിച്ചെറിഞ്ഞു. ഈ ബഹളം കേട്ടാണ് ആദിഷ് റൂമിലേക്ക് വരുന്നത്. എന്താ ഇവിടെ? എല്ലാരും എന്നെ വെച്ച് കളിക്കുകയാണ്. നീ എന്തായി പറയുന്നേ? ഞാനിനി എല്ലാം വിസ്തരിക്കണം നിന്നോട്. പോ എന്റെ റൂമിൽ നിന്ന്. ഇത് കേട്ട് ആദ്യം പൊട്ടനാട്ടം കാണുന്നവരിൽ നിന്ന് ആദേശ് അവൾ ഒച്ചയിട്ടപ്പോൾ അവൻ അവളുടെ അടുത്തേക്ക് കുറെ കൂടെ നീങ്ങി നിന്നു. എന്തൊക്കെയാണെങ്കിലും ഇതൊക്കെയായി പെട്ടെന്നങ്ങ് പൊരുത്തപ്പെട്ടോ നീ? ഈ മുറിയിലും ഈ ലൈഫിലും. നെവർ, ഐ ഹേറ്റ് യു എന്ന് പറഞ്ഞവൾ ഒരുപാട് വയലന്റ് ആവുമ്പോൾ അവൻ അവളെ തടയുന്നു. ആദ്യം നല്ല ദേഷ്യം വന്നെങ്കിലും മിർജാന്റെ കണ്ണ് നിറയുന്നത് കണ്ടപ്പോൾ അവൻ പിടിവിട്ട് റൂമിൽ നിന്നിറങ്ങി. അവൾ അപ്പോഴത്തെ ദേഷ്യത്തിലും സങ്കടത്തിലും റൂമിലെ സാധനങ്ങളെല്ലാം അലറിക്കൊണ്ട് വലിച്ചു നിർത്തി. ഡോറിന്റെ അടുത്ത് നിന്ന് ആദേശ് ഇത് കേൾക്കുമ്പോൾ ഒരു നിമിഷം അവനും ഒരു വിഷമം തോന്നുന്നു. തന്തയെ പോലെ തന്നെ മകളും. അവൾ നമുക്ക് പണിയുണ്ടാക്കും, ഉറപ്പിച്ചോ? ഒന്നുമില്ല, അങ്ങനെ അങ്ങ് ഉറപ്പിക്കണ്ട. ഒരു ദിവസം അവളിൽ ആദേശ് വീണാൽ എന്ത് ചെയ്യും? ഓ, കരുന്നാക്കെടുത്ത് വളയ്ക്കാതെ. ആ പെണ്ണ് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. എനിക്ക് ആദേശിനെ വിശ്വാസമാണ്. അവൻ അത്ര പെട്ടെന്ന് പിന്മാറില്ല. സ്റ്റഡി റൂമിലെ പൊട്ടും പൊടിയും തുടയ്ക്കുന്നതിനിടയിൽ ആദേശ് പെട്ടെന്ന് കയറി വന്നപ്പോൾ പെട്ടെന്ന് ബിനാസ് ഒന്ന് പേടിച്ചു. ഏയ് കുഴപ്പമില്ല, കഴിഞ്ഞിട്ട് മതി. അയ്യോ ഇല്ല, ഓൾറെഡി കഴിഞ്ഞു. പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കി ബിനാസിനെ പുറകിൽ നിന്നും ആദേശ് വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഇനി ഒരുപാട് മാറ്റങ്ങൾ വരും. പക്ഷെ നിങ്ങൾ തുടർന്ന് ഇവിടെ ഉണ്ടാവണം. നിങ്ങളുടെ മക്കളോടും കൂടി പറഞ്ഞേക്കൂ. ഇത് കേട്ട് ബിനാസിന് ഒരുപാട് സമാധാനമാകുന്നു. സ്റ്റഡി റൂമിൽ നിന്ന് മനസ്സ് നിറഞ്ഞാണ് അവർ ഇറങ്ങിപ്പോകുന്നത്. എന്നാ അടിയാന്ന് പറഞ്ഞാലും എല്ലാവരും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കും. നമുക്ക് വെഡിങ്ങിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ? നിങ്ങൾ ഇപ്പോഴേ വെഡിങ് പിടിച്ചു നിൽക്കുവാണോ? ഇവിടെ ഒരു വെഡിങ്ങും ഇല്ല. ഇന്ന് രാവിലെ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചതല്ലേ. പിന്നെന്താ? എന്റെ അമ്മ ഒന്നും മിണ്ടാതിരി. കൊച്ചെ, നീ വിചാരിക്കുന്ന പോലെയല്ല. നാട്ടുകാരെന്ത് പറയും? അവര് കളിയാക്കി ചിരിക്കും. അതിലിപ്പോ ഇത്ര വിഷമിക്കാൻ എന്താ? അതൊക്കെ ഓൾറെഡി കഴിഞ്ഞതല്ലേ. ഒന്ന് നിർത്ത്, ഒന്ന് മര്യാദയോടെ സംസാരിക്കും.
ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ മര്യാദ അർഹിക്കുന്നവർക്കേ കൊടുക്കാറുള്ളൂ. ഡൈനിങ് ടേബിളും ഒരങ്കത്തട്ടാകുന്നു എന്നറിഞ്ഞ് മെർജാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. മുറാത്തിന്റെ ഉറക്കം പോയിട്ട് ഏതായാലും കുറച്ചു നാളായി. അവസാന ദിവസം നാളെയാണെന്ന നിസറിന്റെ മെസ്സേജ് കണ്ട് അതിൽ എഗ്രി ചെയ്ത് മുറാത്ത് റിപ്ലൈ കൊടുക്കുന്നു. എന്തു പറ്റി നീ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത്? ഒന്നുമില്ല. ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് നീ ആലോചിച്ചോ? നമ്മൾ ഈ ഒരു ദിവസത്തിന് വേണ്ടി വർഷങ്ങളായി കാത്തിരിക്കുന്നവരാണ്. അയാളുടെ വേദന കാണാൻ. ഇപ്പോൾ അയാളുടെ തിരുമോന്ത കണ്ട് ഇവിടെ നിൽക്കാൻ നല്ല മടുപ്പുണ്ട്. അതിൻ്റെ കൂടെ നീ ചുമ്മാ ഇങ്ങനെയുള്ള ഡീലുണ്ടാക്കി എന്നെ സമാധാനം കളയരുത്. അത് കേട്ട ആദേശ് വളരെ സ്നേഹത്തോടെ മുസയാനത്തിന്റെ കയ്യിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു, അമ്മയെ നിരാശപ്പെടുത്തുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. എന്നാ നീ ഞാൻ പറയുന്ന കേക്ക്. ഈ വേസ്റ്റ് മാരേജിന്റെ കാര്യം പറഞ്ഞ സമയം കളയാതെ നമ്മുടെ എയിമിൽ ഫോക്കസ് ചെയ്യും. അമ്മ ടെൻഷൻ ആവണ്ട, ഞാൻ എല്ലാം ശരിയാക്കിക്കോളാം. സ്വസ്ഥമായി ഡെമറ്റിനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് വലഞ്ഞു കയറി വന്ന ആദേശ് അത് കൊളവാക്കി. നാളെ മുതൽ ഇത്ര ലേറ്റ് ആവില്ല. സോറി, ഞാൻ ശ്രദ്ധിച്ചോളാം. നല്ല കാര്യം. പെട്ടെന്ന് പോവാൻ തുടങ്ങിയ മെർജാനെ അവൻ കൈ പിടിച്ച് നിർത്തി. കൈന്ന് വിട്, എനിക്ക് സംസാരിക്കണം. ഇന്നത്തെ നിന്റെ ടോർച്ചറിന്റെ കോട്ട കഴിഞ്ഞു. ഇനി നാളെ ആവാം. എന്നാ ശരി. പെട്ടെന്ന് അവൾ അവിടെ നിന്നും പോയി. ഈ കൊച്ചു വെളുപ്പങ്കാലത്ത് ജോഗിങ്ങിന് ഇറങ്ങിയതാണ് ആദിഷും ജമാലും. എന്നാ പറ്റിയടാ? ഇന്ന് പതിവിലും പതുക്കെയാണല്ലോ. എടാ, ഞാൻ ആ മാരേജ് കോൺട്രാക്ട് വേണ്ടെന്ന് വെച്ചു. അതുകൊണ്ട് വലിയ കാര്യം ഉണ്ടാവാൻ തോന്നുന്നില്ല. അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടല്ലോ. അമ്മ പറഞ്ഞത് ശരിയാ. നെസറ് കാരണം അപ്പോഴത്തെ വാശിപ്പുറത്ത് പറഞ്ഞതാണത്. നീ എന്നാ വേണേലും ചെയ്യടാ. എന്തിന് നമ്മൾ കൂടെയുണ്ട്. ഇപ്പോഴേ വിളിച്ച് പറയാൻ പോവാണോ? എവൾക്ക് ഇന്നലെ സംസാരിക്കാൻ മൂടില്ലെന്നാ പറഞ്ഞേ. സോ ഇന്നെല്ലാം തീർത്തു വിട്ടേക്കാം. അടുത്ത സീനിൽ ഒരു കാര്യമില്ലാതെ നമ്മുടെ അസ്ലി കൊച്ച് വെറുതെ മെർജാന്റെ തോളിനിട്ട് ഒരു ഇടി കൊടുത്തിട്ട് മാസ് കാണിച്ച് നടന്നുപോയി. എന്തിനാണോ എന്തോ. അപ്പോഴാണ് ആദിഷിന്റെ കോള് വരുന്നത്. ദേ അടുത്ത മരണം എന്ന് പറഞ്ഞവൾ കോൾ അറ്റൻഡ് ചെയ്തു. ഞാനൊരു ലൊക്കേഷൻ ഇടാം, വേഗം അവിടേക്ക് വരണം. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. നേരിട്ട് കണ്ടാലേ ഒക്കത്തുള്ളോ? ഫോണിൽ കൂടെ പറഞ്ഞാൽ എന്താ? മനുഷ്യനല്ലെങ്കിൽ ഇവിടെ സമയമില്ല. ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, വേഗം വരാൻ നോക്ക്. ഇത്രയും പറഞ്ഞവൻ വേഗം ഫോൺ കട്ട് ചെയ്തു. നിർത്തിപ്പോയോ? ഈ മരപ്പട്ടി കൊണ്ട് പൊറുതി മുട്ടിയല്ലോ. എപ്പോഴും അവൻ്റെ ഓരോ ഓർഡേഴ്സ്. നേരിട്ട് സംസാരിക്കണം പോലും. എന്നാ പറ്റിയടി? നീ എന്നെ തന്നെ ഒന്ന് സംസാരിക്കുന്നേ? ഇന്ന് ബഹുമാനപ്പെട്ട ആദർശ് സാറിന് എന്നോട് നേരിട്ട് സംസാരിക്കണമെന്ന് ലൊക്കേഷനൊക്കെ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താ ഫോണിൽ പറയാൻ പറ്റാത്ത കാര്യം? ആ ദേ ലൊക്കേഷൻ ഇട്ടു. ഇനി അടുത്തത് എന്ത് വയ്യാവേലിക്കാണോ വിളിക്കുന്നത്? നോക്കട്ടെ, ഞാനും വരാം. ഇവനെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. വാ. എന്റെ മുറാത്ത് ഇത്രയും ടെൻഷനൊന്നും അടിക്കണ്ട. നീ ഒന്നും പറയണ്ട, ഞാനും വരുന്നു. വാ, വണ്ടി കയറ്. കുറെ നേരമായി മെർജാനെ നോക്കി മുഷിഞ്ഞു നിൽക്കുകയാണ് ആദേശ്. പെട്ടെന്ന് അവളുടെ കാർ എത്തിയതും ഒന്നും കൂടി കാറിനുള്ളിലേക്ക് നോക്കിയപ്പോൾ മുറാത്തിനെ കണ്ടു. നീ ഇവിടെ ഇരുന്നാ മതി, ഞാൻ അവനോട് ആദ്യം ഒന്ന് സംസാരിക്കട്ടെ. ഇല്ല, ഞാനും വരും. ഞാനൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് നീ വന്നാ മതി. ഓ, ഇവൻ ഇപ്പം ആരെ ഇങ്ങോട്ട് വിളിച്ചേ? മുറാത്തിനെ കണ്ട് ആദിഷ് മനസ്സിലോർത്തു. നീ എന്നതിനെ ഇപ്പം ഇങ്ങോട്ട് എഴുന്നള്ളിയേ? നിന്റെ സിസ്റ്റർ എവിടെ? നീ എന്നതാന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞോളാം അവളോട്. ഇനി എൻ്റെ പെങ്ങളെങ്ങാനും വിളിച്ച് ബുദ്ധിമുട്ടിച്ചാലുണ്ടല്ലോ, മര്യാദയ്ക്ക് മാരേജ് നിർത്തിക്കോ. അതാ നിനക്ക് നല്ലത്. ഒന്ന് പോയാടെ ചെക്ക, നിന്നോടൊന്ന് സംസാരിക്കാൻ എനിക്ക് നേരമില്ല. ചെക്കനോ? ആരാടെ ചെക്കൻ എന്നും പറഞ്ഞ് മുറാത്ത് ആദേശിന്റെ കരണത്തിനിട്ട് ഒരെണ്ണം കൊടുത്തു. ആ അടിക്ക് പകരം ഒരു ചവിട്ടും രണ്ടടിയും കൂടെ കിട്ടിയപ്പോൾ മുറാത്ത് ഏട്ടന് സമാധാനമായി. ഇനി ഇങ്ങനെ നോക്കി നിന്ന ചേട്ടന്റെ മയ്യത്തെടുക്കേണ്ടി വരുമെന്ന് തോന്നിയ മെർജാൻ വേഗം ഇതിന്റെ ഇടയിൽ കയറി. മാറടാ, മാറി നിൽക്കാൻ. താഴെ കിടക്കുന്ന മുതലിനെ എടുത്ത് വേഗം വീട്ടിൽ പോകാം എന്നോർത്ത് മുറാത്തിന്റെ അടുത്തേക്ക് മെർജാൻ പോയി. ഇനി കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണ്ട എന്നോർത്ത് തിരിഞ്ഞു നടന്ന ആദേശിനിട്ട് പെട്ടെന്നാണ് വെടിയേറ്റത്. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ ആദേശ് കണ്ടത് നിലത്ത് കിടക്കുന്ന ഗണ്ണും അതിനു മുന്നിൽ നിൽക്കുന്ന മുറാത്തിനെയും മെർജാനെയുമാണ്. 4ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിലാണ് ആദേശിനെ ഷൂട്ട് ചെയ്തത് മുറാത്താണെന്ന് കാണിക്കുന്നത്. വേദനയുടെ ആദേശ് പെട്ടെന്ന് നിലത്തേക്ക് കുഴഞ്ഞു വീഴുന്നു. പെട്ടെന്ന് ടെൻഷനായി മുറാത്ത് മെർജാനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടാൻ ശ്രമിച്ചെങ്കിലും അവൾ അവനെ അവിടെ ഇട്ട് പോവാൻ തയ്യാറാവുന്നില്ല. എന്താ മുറാത്ത് നീ ചെയ്തത്? നിൽക്ക്, ഇതിലെന്റെ ഒരു തെറ്റുമില്ല. കമോൺ, അവനത് അർഹിക്കുന്നുണ്ട്. അവൻ എങ്ങാനും മരിച്ച എന്ത് ചെയ്യും? നീ അതൊന്നും നോക്കണ്ട. ഇല്ല, ഞാൻ അവനെ വിട്ടിട്ട് വരില്ല. നീ എന്നെ വിട്. മുറാത്തിന്റെ കൈവിട്ടോടി മെർജാൻ പെട്ടെന്ന് ആദേശിന്റെ അടുത്തെത്തി. പക്ഷെ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ മുറാത്ത് പെട്ടെന്ന് തന്നെ തടുതപ്പി. ദൈവമേ, നല്ല ബ്ലീഡിംഗ് ഉണ്ടല്ലോ. കുഴപ്പമില്ല, എല്ലാം ശരിയാവും. അവളുടെ വിളി കേട്ടതുപോലെ അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. വിടന്നെ. എവിടെ അവൻ? അവൻ എവിടെ? ആ മുറാത്ത്. നീ എഴുന്നേറ്റോ? വാ, നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവാം.
എനിക്ക് നിന്റെ ഹെൽപ്പൊന്നും വേണ്ട. അവനെ കൊണ്ട് ഞാനിതിനെ സമാധാനം പറയിപ്പിക്കും. വിടെന്നെ. ഓഹ്, എന്നാ നിക്ക്, ഞാനും വരാം. നീ വാശി കാണിക്കാതെ. ഒരുപാട് ബ്ലഡ് പോകുന്നുണ്ട്. ആദ്യം നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ അവൻ വണ്ടിയെടുത്തു. ഇതേ സമയം കരഞ്ഞു കാറിക്കോവി വണ്ടിയിൽ നിന്നിറങ്ങുന്ന മുറാത്തിനെ കണ്ട് ഹൈദറും നെറുമിനും ഓടി വന്നു. എന്നാ പറ്റിയടാ? അച്ഛ, എന്നെ രക്ഷിക്ക്. എങ്ങനെയാലും രക്ഷിക്ക്. എന്നെ എങ്ങോട്ടെങ്കിലും പറഞ്ഞയക്ക് പ്ലീസ്. അവൾ അവിടെ നിൽക്കുക മെർജാൻ. ഞാൻ പറഞ്ഞത് അവൾ കേട്ടില്ല. എന്നതാണ് നീ പറയുന്നേ? ഒന്ന് തെളിച്ച് പറയേ. ഞാൻ ആദേശിനെ ഷൂട്ട് ചെയ്തു. എന്താണ് നീ പറഞ്ഞേ? എന്നിട്ട് അവൻ മരിച്ചോ? എനിക്കറിയത്തില്ല. എന്നിട്ട് മെർജാൻ അവിടെ? അവൾ അവൻ്റെ അടുത്തേക്ക് ഓടി. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യ ഹൈദർ, അല്ലെങ്കിൽ ഇവൻ ജയിലിൽ പോവും. അപ്പോഴേക്കും ആദേശിന്റെ കാർ അവിടെ എത്തി. ദേഷ്യം കൊണ്ട് വിറച്ച അവൻ നേരെ മുറാത്തിന്റെ കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചു. ആദേശ്, മാറി നിൽക്ക്. എടാ, നമുക്ക് സംസാരിക്കാം. ഇത് കേട്ട് വേറെ വഴിയില്ലാതെ മെർജാൻ ഉറച്ചു പറഞ്ഞു, അവനല്ല, ഞാനാ നിന്നെ ഷൂട്ട് ചെയ്തത്. പക്ഷെ അവളുടെ ഈ വാക്കുകൾ അവന്റെ മുറിവിനെ കഴിഞ്ഞും കുത്തി നോവിപ്പിച്ചു. എന്നിട്ടവൻ സങ്കടത്തോടെ തിരിഞ്ഞു നോക്കി പെട്ടെന്ന് കുഴഞ്ഞു വീണു. ഇത് കണ്ടുകൊണ്ട് മുസയാനവും അസ്ലിയും ദൂരെ നിന്ന് ഓടി വന്നു. മോനെ, എന്തു പറ്റിയടാ? എഴുന്നേക്ക്. അടുത്ത സീനിൽ ടെൻഷനോടെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന മർജാനെയാണ് കാണിക്കുന്നത്. ഐ എം സോറി. എനിക്കപ്പോൾ എൻ്റെ ബ്രദറിനെ സപ്പോർട്ട് ചെയ്യാനാണ് തോന്നിയത്. ദൈവമേ, അവനൊന്നും സംഭവിക്കരുതേ. പെട്ടെന്ന് മുസയാനം മർജാനെ പിടിച്ച് കുലുക്കിക്കൊണ്ട് ചോദിച്ചു, നിനക്കറിയാം ആരവനെ ഷൂട്ട് ചെയ്തത്? പറയ്. അമ്മ പ്ലീസ്. നിൽക്ക് ജമാൽ, ഇവൾക്കറിയാം. പറയടി, അവിടെ എന്താ സംഭവിച്ചത്? അമ്മ, ഇങ്ങി വാ, പ്രശ്നം ഉണ്ടാകല്ലേ. നിന്നെ ഞാൻ വെറുതെ വിട്ടു എന്ന് കരുതണ്ട എന്ന് മർജാൻ ഒരു വാണിംഗ് കൊടുത്ത് മുസയാനം ഇരുന്നിടത്ത് തന്നെ ചെന്നിരുന്നു. മർജാൻ, എന്താ പറ്റിയ ശരിക്കും? ആരവനെ ഷൂട്ട് ചെയ്തത്? അവൻ നിന്റെ അടുത്തേക്കാണ് വന്നത്. നിനക്ക് ഉറപ്പായിട്ടും അറിയാം. പറയേ. രണ്ടും കൽപ്പിച്ച് മർജാൻ അവൾ തന്നെയാണ് അവനെ ഷൂട്ട് ചെയ്തതെന്ന് ജമാലിനോട് പറയുന്നു. ഇത് കേട്ട് ജമാലും ഞെട്ടി. ദേഷ്യം കൊണ്ട് മുഷ്ടി ചുരുട്ടി അവൻ അവളെ നോക്കി നിന്നു. മർജാന്റെ ഭാഗ്യത്തിന് അപ്പോൾ തന്നെ ഡോക്ടർ വാതിൽ തുറന്നു വന്നു. പേഷ്യൻ്റ് കോൺഷ്യസ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെന്ന് കാണാം എന്ന് പറഞ്ഞ് ഡോക്ടർ പോയി. ഇതേ സമയം മുറിയുടെ അകത്ത് വെളിയിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന മർജാനെ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും നോക്കി കിടക്കുകയാണ് ആദിഷ്. ഇത് കണ്ട് അവൾക്ക് മുന്നിൽ വാതിൽ കൊട്ടിയടച്ച് അസ്ലി അകത്തേക്ക് പോയി. ഇപ്പുറത്തെ മുറാത്ത് മാൻഷനിൽ മൂട്ടി തീ പിടിച്ച് നടക്കുകയാണ്. ഇപ്പോൾ മുറാത്ത് സേവായി. ഇനി നമ്മൾ മർജാന്റെ കാര്യത്തിൽ എന്ത് ചെയ്യും? അവരെങ്ങനെ ഇനി പോലീസിൽ അറിയിച്ചാലോ? ഇനി എന്ത് ചെയ്യും? എൻ്റെ മോളെ രക്ഷിക്കാൻ ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കും. ഇതെല്ലാം അവളുടെ വാശി കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. എൻ്റെ മോനെ ജയിലിൽ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. ഈ നിൽക്കുന്നത് പിന്നെ പുണ്യാളനായോണ്ട് കുഴപ്പമില്ല. ഇതേ സമയം ഹോസ്പിറ്റലിൽ ആദേശിന്റെ അടുത്ത് എല്ലാവരും ഉണ്ട്. നീ എണീറ്റോ? എങ്ങനെയുണ്ടിപ്പോ? ഞാൻ പില്ലോ നേരെ വെച്ച് തരട്ടെ? നോ, ഇറ്റ്സ് ഓക്കെ. വേറെ പില്ലോ വേണോ? ഈ വെപ്രാളം കണ്ട് അസ്ലിയോട് മുസയാനം പറഞ്ഞു, നീ ഒന്ന് ടെൻഷൻ ആവാതിരിക്കുക. ഇനി നീ പറ, ആരാ ഇത് ചെയ്തത്? എൻ്റെ അമ്മേ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കണ്ടില്ല ശരിക്കും. എത്ര തവണ പറയണം? അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? ഓക്കെ, ഞാൻ വിശ്വസിച്ചു. ശരി, ഇനി നിങ്ങൾ വീട്ടിൽ പോകാൻ നോക്ക്. അവൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. എൻ്റെ കുഞ്ഞിനെ വിട്ട് ഞാൻ എങ്ങും പോവില്ല. അമ്മ പൊക്കോ, ഞാൻ നിന്നോളാം. പിന്നെന്തിനാ ഞാനിവിടെ നിൽക്കുന്നേ? ഓ, ഇനി അതിനു വേണ്ടി തർക്കിക്കണ്ട. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങളെല്ലാവരും പോയിക്കോളൂ. ഓക്കെ, പക്ഷെ ഒരു കണ്ടീഷൻ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ വിളിക്കണം. ശരി, ഞാൻ വിളിക്കാം. നിങ്ങളൊന്ന് മാറിക്കേ, ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ജമാൽ അവൻ്റെ അടുത്തേക്ക് നിന്നു. മർജാനാണല്ലോ നിന്നെ ഷൂട്ട് ചെയ്തത്? ഇത് കേട്ട് ടെൻഷനായി ആദിഷ് ചോദിച്ചു. ആര് പറഞ്ഞു? ഉള്ളതാണോ ഇത്? ദേ, ആ പെണ്ണ് പുറത്തുണ്ട്. അവൾ ഹൈദറിന്റെ മകളാണെന്ന് തെളിയിച്ചു. അവളെ ഏതായാലും ഞാൻ വെറുതെ വിടില്ല. അമ്മ ഇതൊന്നും അറിയരുത്. എന്ത് ചെയ്യാൻ പോവാ നീ നോക്കിക്കോ. ഇതേ സമയം മാൻഷനിൽ മുറാത്തിനെയും കാത്ത് നെസിൽ നിൽപ്പുണ്ടായിരുന്നു. അവനെ കണ്ടപാടെ കോളറിന് കുത്തിപ്പിടിച്ച് പറഞ്ഞു, നിനക്കൊരു കാര്യം പോലും മര്യാദയ്ക്ക് ചെയ്യാൻ അറിയില്ലേ? മർജാനാണ് എല്ലാം കുളവാക്കിയത്. അല്ലെങ്കിൽ അവൻ അപ്പോഴേ ചത്തേനെ. നീ വെറുതെ മർജാനെയും കുറ്റം പറയണ്ട. നീ കാരണം ഇപ്പൊ അവളും പെട്ടു. മാറി നിൽക്കടാ. എനിക്ക് ഒരു മർജാന്റെയും കാര്യം അന്വേഷിക്കണ്ട. ഞാൻ എന്നെ സേവാക്കി, അത്ര തന്നെ. നിന്നോട് ഹെൽപ്പ് ചോദിച്ചാൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇനി എനിക്കറിയാം എന്ത് ചെയ്യണോന്ന്. നീ എവിടെ പോവാ? നീ അതുടനെ അറിയും എന്ന് പറഞ്ഞ് നസീർ അവിടെ നിന്നും ഇറങ്ങി. ഇതേ സമയം ഹോസ്പിറ്റലിൽ മുസയാനവും അസ്ലയും ജമാലിന് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യാണ്. മർജാനും വേറെ എങ്ങും പോയിട്ടില്ല. ഇവരുടെ ആരുടെയും കണ്ണിൽപ്പെടാതെ അപ്പുറത്ത് ഒളിച്ചു നിൽക്കുകയാണ് കക്ഷി. ജമാൽ വെളിയിൽ ഇറങ്ങിയതും അസ്ലി CID പണി തുടങ്ങി. അവൻ എന്താ പറഞ്ഞത്? നീ എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. പെട്ടെന്ന് വിഷയം മാറ്റി അവൻ മർജാനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും മാറി.
ഇത് കേട്ട് മർജാനാവട്ടെ അവിടെ നിന്ന് ഒന്നുകൂടെ പാത്തിരുന്നു. അവൾ അവിടെ പോകുന്നത് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? അവൻ നിന്നോടെല്ലാം പറഞ്ഞു എന്ന് എനിക്കറിയാം. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതെല്ലാം സംഭവിക്കുന്നത് ആ പെണ്ണ് അവൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്നത് കാരണമാണ്. ഇനി എന്താണെങ്കിലും ഞാൻ ഈ മാരേജ് നടക്കാൻ സമ്മതിക്കില്ല. അതിൻ്റെ ആവശ്യമില്ല. അവൻ ഓൾറെഡി മാരേജ് വേണ്ടെന്ന് വെച്ചിരുന്നു. അത് പറയാനാണ് അവൻ അവളുടെ അടുത്ത് പോയത്. പക്ഷേ ഇത് മർജാന് പുതിയ അറിവായതുകൊണ്ട് അവൾ സംശയത്തോടെ അവരെ നോക്കുന്നു. സത്യമാണോ? അവൻ കല്യാണം വേണ്ടെന്ന് വെച്ചോ? അതെ. അതേതായാലും നന്നായി. വാ, ഇനി നമുക്ക് പോവാം. നീ അവനെ നോക്കിക്കോണേടാ എന്ന് പറഞ്ഞവർ കുടുംബസമേതം പോയ തക്കം നോക്കി മർജാൻ പമ്മി പമ്മി തൻ്റെ ഒളിത്താവളത്തിൽ നിന്ന് ഇറങ്ങി. എന്ത് പണിയാ മുറാത്ത് നീ കാണിച്ചത്? എന്നിട്ട് പിന്നെ ഒന്നും നോക്കാതെ ആദീഷിൻ്റെ റൂം തുറന്ന് അകത്ത് കയറി. നീ എന്താ ഇവിടെ? പുറത്തു പോ. അത് നീ എന്താ നേരത്തെ പറയാഞ്ഞത്? എന്ത്? നീ കല്യാണം വേണ്ടെന്ന് വെച്ച കാര്യം? അത് കൊള്ളാം. അതിനു മുന്നേ നീ പൊട്ടിച്ചില്ലേ വേടി? അല്ല, അതറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നെ ഷൂട്ട് ചെയ്യില്ലായിരുന്നോ എന്ന് പറഞ്ഞവൻ അവളെ അടുത്തേക്ക് വലിച്ചു. ചുമ്മാ നാടകം കളിക്കണ്ട. ഈ അഭിനയം കണ്ട് ഞാൻ നിന്നോട് ക്ഷമിക്കുമെന്ന് നിനക്ക് വല്ല വിചാരം ഉണ്ടെങ്കിൽ അതങ്ങ് മറന്നേക്ക്. ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല. സൂക്ഷിച്ചോ നീ എന്ന് പറഞ്ഞവൻ അവളുടെ കൈവിട്ടു. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്ക് നിന്നെ പേടിയില്ല. നീ തരുന്ന പണിഷ്മെന്റ് ഏറ്റെടുക്കാൻ എനിക്ക് മടിയില്ല. അതെന്താ? ഡോക്ടർ പറഞ്ഞത് ജസ്റ്റ് മിസ്സിനാ ഞാൻ രക്ഷപ്പെട്ടതെന്നാ. ഞാൻ മരിക്കാത്തോണ്ടാണോ നിന്റെ മുഖത്ത് ഈ സങ്കടം? നിർത്ത്. അവൾ എന്തോ പറയാൻ വന്നപ്പോഴേക്കും പെട്ടെന്ന് വാതിൽ തള്ളി തുറന്ന് ഒരു നേഴ്സ് അകത്തേക്ക് വന്നു. പിന്നെ അവളവിടെ നിന്നില്ല. വെളിയിൽ തളർന്നു നിൽക്കുന്ന അവളെ കണ്ട് ഡെമിറ്റ് വേഗം അവളുടെ അടുത്തേക്ക് ചെന്നു. എന്തു പറ്റി? നീ ഓക്കെ അല്ലേ? വാ, ഇവിടെ ഇരിക്കുക. നീ പറ, ഞാൻ എന്താ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഒന്നും വേണ്ട, ഞാൻ ഓക്കെയാണ്. നീ തനിച്ചു വന്നോ? ഇല്ല, ചേട്ടൻ വന്നിട്ടുണ്ട്. ഇപ്പം വരും. കാറ് പാർക്ക് ചെയ്യാൻ പോയിരിക്കുക. നീ എന്തിനാവശ്യമില്ലാതെ മുറാത്ത് ചെയ്ത ഈ തെറ്റേറ്റെടുക്കാൻ പോയത്? അതിനെക്കുറിച്ചൊന്നും ഇനി സംസാരിക്കണ്ടെന്ന് പറഞ്ഞാൽ നീ എന്താ നിന്നെ പറ്റി ചിന്തിക്കാത്തത്? എൻ്റെ ലൈഫ് ഓൾറെഡി പോയി. അവനെങ്കിലും രക്ഷപ്പെടട്ടെ. ഇത് നീ ആരോടും പറയരുത്, ഓക്കെ? നീ എന്നോട് പ്രോമിസ് ചെയ്തതാണ്. ഓക്കെ, ഞാൻ ആരോടും പറയില്ല. വാ, നമുക്കൊന്ന് പുറത്തിറങ്ങാം. അവർ പോയ തക്കം നോക്കി നെസർ നൈസായിട്ട് ആദിഷിൻ്റെ റൂം തുറന്നകത്ത് കയറി. ഇതേ സമയം മാൻഷനിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാനായി ഡൈനിങ് ടേബിളിൽ വന്നിരുന്നപ്പോഴാണ് 2 പടകൾ അങ്ങോട്ട് വന്നത്. എങ്ങനെയുണ്ട് ആദേശിന്? അവന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവനെ ഷൂട്ട് ചെയ്ത ആളോട് സൂക്ഷിച്ചോളാൻ പറയും. വാ, നിന്ന് കാല് കഴിക്കണ്ട, വന്നിരിക്കേ. ചീച്ചക്, ഇവർക്കൊരു പ്ലേറ്റ്. അത് പറഞ്ഞ് മുഴുമിപ്പിക്കാതെ മുസയാനം അലറി. മര്യാദയ്ക്ക് എഴുന്നേറ്റ് പോ എന്ന് പറഞ്ഞ് അവരൊരു പ്ലേറ്റ് എടുത്ത് എറിഞ്ഞു പൊട്ടിച്ചു. എൻ്റെ മകൻ അവിടെ ആശുപത്രിയിൽ കിടക്കുമ്പോൾ നീയൊക്കെ ഇരുന്ന് ആഘോഷിക്കുന്നു. ഇത് കേട്ട് ഹൈദർ പ്രതികരിക്കാൻ വന്നതും ജമാൽ ഇടയ്ക്ക് കയറി. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് ഹോസ്പിറ്റലിൽ പകയോടെ നസീർ ഉറങ്ങിക്കിടക്കുന്ന ആദേശിൻ്റെ അടുത്തേക്ക് നടന്നു നീങ്ങി. അവനെ കൊല്ലാനായി അടുത്ത് ചെന്നു. ഈ ചേട്ടൻ ഇതെവിടെ പോയി? ഞാൻ അവനെന്ന് നോക്കിയിട്ട് വരാം. നേഴ്സ് സ്ട്രോങ് പെയിൻ കില്ലറാണ് കുത്തിവെച്ചത്. കൊല്ലാനായി കൈ കൊണ്ട് ചെന്ന നസീറിൻ്റെ കൈ ഇതുവരെ അവിടെ എത്തിയില്ല. വലിയ ആറ്റിറ്റ്യൂഡ് ഇട്ട് നിന്നപ്പോഴുണ്ട് പെട്ടെന്ന് ആദിഷ് കയറി കൈ പിടിച്ചു. എന്നിട്ട് ചാടി എഴുന്നേറ്റൊരു ചവിട്ടു. അത്ര കണ്ട് ധൈര്യം കാണിക്കരുത് നീ എന്തിനാണ് മർജാന്റെ പുറകെ നടക്കുന്നത്? അവൻ പെട്ടെന്ന് അവൻ്റെ കോളർ കൈ പിടിച്ചു. അപ്പോഴാണ് മർജാൻ പെട്ടെന്ന് തള്ളിക്കയറി അകത്ത് വന്നത്. അവരുടെ നിപ്പ് കണ്ട് മർജാൻ എന്തോ ഒരു പന്തകേട് മണത്തു. നസർ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ നിന്നോട് സംസാരിക്കാൻ വരികയായിരുന്നു. ആ, ഇവനെൻ്റെ സുഖവിവരം അന്വേഷിക്കാൻ വന്നതാ. ഇനി മതി, ഓടുന്ന്. നിനക്കെന്തെങ്കിലും വേണോ? നോ, ഗെറ്റ് ഔട്ട്. പിന്നെ അവളവിടെ നിന്നില്ല. നീ എന്ത് ചെയ്യുകയായിരുന്നു അകത്ത്? ഞാൻ നിനക്ക് വേണ്ടി സംസാരിക്കാൻ പോയതാണ് അവനോട്. അതിൻ്റെ ഒരാവശ്യമില്ല. എനിക്കെല്ലാം അറിയാം നീ ഒന്നും ചെയ്തിട്ടില്ലെന്ന്. നീ നിന്നെ തന്നെ കുറ്റപ്പെടുത്തുന്നൊന്ന് നിർത്ത്. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. നിനക്കിതിലൊന്നും ചെയ്യാനില്ല. ഉണ്ട്, എനിക്ക് നീ ജയിലിൽ കിടക്കുന്നത് കാണാൻ കഴിയില്ല. ഞാൻ അവനോട് സംസാരിക്കാം. നിൽക്ക. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് വെറുപ്പിച്ചപ്പോൾ മർജാൻ 2 എണ്ണം പറഞ്ഞിട്ട് ആദിഷിൻ്റെ റൂമിൽ കയറി വാതിലടിച്ചു. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എനിക്ക് നിന്നെ കാണണ്ട. അതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ അവൾ അടുത്തിരുന്ന സോഫയിൽ കയറിയിരുന്നു. ഇതിനെക്കൊണ്ട്. എന്നിട്ട് അടുത്തിരിക്കുന്ന ബുക്കെടുത്ത് വായിക്കുന്ന പോലെ അഭിനയിക്കുന്ന മർജാനെ നോക്കി ആദിഷ് മനസ്സിലോർത്തു. നീ എന്തായി ചെയ്യുന്നത്? എന്തിനാ എന്നോടിപ്പോൾ ഇത്രയും കൺസേൺ കാണിക്കുന്നേ? എന്തിനാ എൻ്റെ കൂടെ ഇവിടെ നിൽക്കുന്നേ? ഒന്ന് നേരെ കിടക്കാൻ നോക്കിയപ്പോൾ അവൻ്റെ മുറിവൊന്ന് താങ്ങി. എന്തു പറ്റി? ഞാൻ ഡോക്ടറിനെ വിളിക്കട്ടെ? ദേ കുട്ടി മിണ്ടണില്ല. എന്തേലും ഒന്ന് പറ.
ഞാൻ എന്താ ചെയ്യേണ്ടത്? മാപ്പ് പറയണോ? എന്ത് ചെയ്യണം ഞാൻ? നീ പറ. വെടിവെച്ച് കൊല്ലാൻ നോക്കിയിട്ട് അയ്യോ ചേട്ടാ സോറി എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്നു. ഒത്തിരി ഇന്നസെൻ്റ് ആയിട്ട് അഭിനയിക്കണ്ട, പോവിടുന്ന്. ഇത് കേട്ടപ്പോൾ മർജാൻ ഒരുപാട് സങ്കടം തോന്നി. അതുകൊണ്ട് അവൾ വേഗം അവൻ്റെ അടുത്ത് ചെന്ന് മാപ്പ് ചോദിച്ചു. നീ എന്ത് പണിഷ്മെൻറ്റ് തന്നാലും ഞാനത് സ്വീകരിച്ചോളാം. പക്ഷെ നീയൊന്ന് ഓർക്കണം, ഈ നശിച്ച കോൺട്രാക്റ്റ് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. ചിലപ്പോൾ എനിക്ക് മനസ്സിലാവാറില്ല നീ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുവാണോ അതോ കൂടുതൽ പെടുത്തുവാണോ എന്ന്. നിനക്കിതുകൊണ്ട് എന്ത് നേട്ടമാണ് കിട്ടുന്നത്? എന്താ 187 ദിവസം? നീ എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. ഞാനാണ് നിന്റെ ജീവൻ രക്ഷിച്ചത്, അത് വേണ്ടിയിരുന്നില്ല. ഇത്രയും പറഞ്ഞ് ക്ഷീണിച്ചവൾ മാറി നിന്നു. പെട്ടെന്ന് ആദേശ് എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോൾ ബജാൻ പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ചെന്നപ്പോൾ ഉണ്ടാവാൻ ആറ്റിറ്റ്യൂഡ് കാണിച്ച് വേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് നാക്ക് വായിലോട്ടിട്ടപ്പോൾ പെട്ടെന്നൊരു തലകർക്കം വന്ന് അവിടെ ഇരുന്നു പോയവൻ. മർജാൻ വേഗം അവനെ പിടിച്ചു. വെള്ളമാണോ വേണ്ടേ? ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞ് മർജാൻ വേഗം അവിടെ ഒന്നും പോയി. ഇങ്ങനെയൊക്കെ വാവിട്ട് എല്ലാം വിളിച്ചു പറഞ്ഞ് പിന്നെ ഇരുന്ന് പശ്ചാത്തപിക്കുന്നത് ഇവൻ്റെ ഒരു ഹോബിയാണ്. അവൾ തന്നെ രക്ഷിക്കേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞത് തന്നെയും പിന്നെ ഓർത്തോർത്ത് അവനവിടെ കുത്തിയിരുന്നു. ഇതേ സമയം ജമാൽ ഒറ്റയ്ക്ക് ഗാർഡനിലിരിക്കുകയാണ്. ഒരു കമ്പനി കൊടുക്കാനായി അസ്ലീം വന്നു. ആരെയാ ഒറ്റയ്ക്കിരുന്ന് സ്വപ്നം കാണുന്നേ? കൊച്ചു ഗള്ളൻ. എടാ ശരിക്കും ആദേശ് മാരേജ് വേണ്ടെന്ന് വെച്ചോ? അവൻ എന്താ ശരിക്കും പറഞ്ഞത്? ഇത് കേട്ട് വലിയ തെളിച്ചമൊന്നും ജമാലിൻ്റെ മുഖത്തില്ല. നീ ഇപ്പോഴും അവനെപ്പറ്റി മാത്രം ചിന്തിക്കുവാണോ? അതായത് ജമാലിന് അസ്ലിയെ ഒരുപാട് ഇഷ്ടമാണ്. അത് തുറന്നു പറഞ്ഞാൽ നോ അപ്പം തന്നെ അവൾ അടിച്ചു തന്നുവിടും എന്നറിയാവുന്നതുകൊണ്ട് അവൻ ഇതുവരെ ആ ധൈര്യം കാണിച്ചിട്ടില്ല. ആദീഷിനെ പറ്റി ഇങ്ങനെ വാദോരാതെ സംസാരിക്കുന്നതെല്ലാം ഇവൻ്റെ ചങ്കിലാണ് വന്നു കൂത്തുന്നത്. ഇതെല്ലാം കേട്ട് ഉറഞ്ഞതുള്ള ജമാൽ എഴുന്നേറ്റ് പോവാൻ തുടങ്ങിയപ്പോൾ അസ്ലി തടഞ്ഞെങ്കിലും അവൻ നിന്നില്ല. ഇതേ സമയം വെള്ളമൊക്കെ എടുത്ത് മർജാൻ വന്നപ്പോഴേക്കും ആദേശ് ഉറക്കമായി. ശബ്ദമുണ്ടാക്കാതെ പതിയെ ഡോറടച്ച് അവൾ അടുത്തുള്ള ടേബിളിൽ കൊണ്ട് ബോട്ടിൽ വെച്ചു. എന്നിട്ട് തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയപ്പോൾ അവൻ ആരുടെയോ പേര് ഉറക്കത്തിൽ പറയുന്നത് കേട്ടു. ശരിക്ക് കേൾക്കാനായി അവൾ അവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നപ്പോൾ അവൻ വിളിക്കുന്നത് ഏനുൾ എന്ന പേരാണെന്ന് നമുക്ക് മനസ്സിലായി. ഏനുളോ? ഏതാണവൾ? ഇനി അവൻ്റെ ഗേൾഫ്രണ്ട് വല്ലതായിരിക്കുമോ? പിന്നെന്തിനാ ഇവൻ എന്നെ കല്യാണം കഴിക്കുന്നേ? ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ തുമ്പ് കിട്ടിയാൽ അത് ആലോചിച്ച് പെരുപ്പിച്ച് ഒരു വഴിക്കാക്കുന്ന കൂട്ടുകാർ നിങ്ങൾക്കും ഉണ്ടാവും. ഏതായാലും ആ രാത്രി മൊത്തം ഏനുള്ളിലെ ആദേശിനെ ലവ് സ്റ്റോറി ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിച്ചിരുന്നു മർജാൻ. പിറ്റേ ദിവസം രാവിലെ ആദേശ് കണ്ണു തുറന്നപ്പോൾ പോത്തുപോലെ സോഫയിൽ കിടന്നുറങ്ങുന്ന മർജാനെ കണ്ടു. ക്ഷീണം കാണും, രാത്രി മുഴുവൻ ഗഹനമായിരുന്ന് ആലോചിച്ചതല്ലേ. ഇവള് പോയില്ലേ? എന്തിനായിരിക്കും ഇവൾ എനിക്ക് വേണ്ടി നിന്നത് എന്നാലോചിച്ച് അവളെ തന്നെ നോക്കിക്കൊണ്ട് നിന്നപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് അവൾ തന്നെ ഷൂട്ട് ചെയ്തതാണെന്ന് പറഞ്ഞ രംഗം വന്നു. അവൾ ഉണരാൻ പോവുകയാണെന്നറിഞ്ഞ ആദേശ് എന്നത്തെയും പോലെ ഞാനൊന്നും കണ്ടില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് നേരെ കിടന്നു. എങ്ങനെയുണ്ടപ്പോൾ? വേദന കുറഞ്ഞോ? നീ എന്തിനാ എപ്പോഴും ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് എഴുന്നേക്കാൻ നോക്കിയപ്പോൾ അവൾ അവനെ തടഞ്ഞു. എങ്ങോട്ടാ? മാറി നിൽക്ക്, എനിക്ക് മടുത്തു. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. അതിന് നിന്റെ സമ്മതം ആരാ ചോദിച്ചേ? മര്യാദയ്ക്ക് അവിടെ കിടന്നോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ജമാലിൻ്റെ എൻട്രി. ഗുഡ് മോർണിംഗ് അളിയാ. ഇവളെന്നെ എടുക്കും ഇവിടെ. ആ എന്നാൽ ഞാൻ പോയേക്കുവാ എന്ന് പറഞ്ഞ് മർജാൻ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. എടാ, നിന്നോട് വീട്ടിൽ പൊക്കോളാൻ ഡോക്ടർ പറഞ്ഞു. ഒരു ദിവസം കൊണ്ട് എനിക്ക് മടുത്തു, ഒന്ന് വെളിയിൽ ഇറങ്ങിയാൽ മതി. പോവാൻ ഇറങ്ങിയ മർജാൻ പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവൻ്റെ ടെമ്പറേച്ചർ ഒന്ന് നോക്കിയേക്ക്. ഇന്നലെ എന്തോ സ്വപ്നം കണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഇത് കേട്ട ആദേശ് ഞെട്ടി. നീ എന്താ കേട്ടത്? എനിക്കറിയില്ല. എന്താ? ഏനുൾ അങ്ങനെ എന്തോ. ചിലപ്പോൾ ഞാൻ തെറ്റിക്കേട്ടതായിരിക്കും. പക്ഷെ ഇത് കേട്ട ആദേശിൻ്റെ കിളി പോയി. നീ തെറ്റിക്കേട്ടതാണ്. കർത്താവെ, ജസ്റ്റ് മിസ്. എങ്ങാനും ആ പോയ സാധനത്തിന് മനസ്സിലായിരുന്നെങ്കിൽ എല്ലാം തീർന്നേനെ. ഏതായാലും കത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഏനുള്ള ആരാന്ന് ചോദിക്കില്ലല്ലോ. അടുത്ത സീനിൽ ആദേശ് മാൻഷനിലേക്ക് വരുന്നു. ആദേശ് റെസ്റ്റ് എടുക്കാൻ മുകളിലേക്ക് പോയപ്പോൾ നർമിൻ മർച്ചാനെ വിളിച്ച് മാറ്റി നിർത്തി ചോദിച്ചു, എന്തായി? അവനിതുവരെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല. വേറെ വലുതെന്തോ എനിക്ക് വരാനുണ്ട്. അവൻ മാരേജിൽ നിന്ന് മാറി എന്ന് പറയുമ്പോൾ അവൻ കോൺട്രാക്റ്റ് അവസാനിപ്പിച്ചു എന്നാണ് പറഞ്ഞു വരുന്നത്. ഇത് കേട്ട്
ഡെമറ്റാണ് ഇതൊക്കെ ഇവിടെ വന്ന് വിളമ്പിയതെന്ന് മർജാൻ കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല. പക്ഷെ പാവം നെർമിന് ഇത് പുതിയ അറിവാണ്. എനിക്കൊന്നും അറിയത്തില്ല, അവൻ എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല. ഞാൻ നോക്കട്ടെ. പിന്നെ നീ ഇവിടെ എന്ത് ചെയ്യുക? ഞാനെന്ത് ചെയ്യാൻ? ചെന്ന് കരഞ്ഞ് കാല് പിടിക്കാവൻ്റെ. ഇത് കേട്ട് ദേഷ്യം വന്ന മർജാൻ അവിടെ നിന്നും പോയി. നീ എന്താ എന്നോട് പറയാഞ്ഞേ? ഇത് കേട്ടിട്ട് എൻ്റെ കൈ തരിച്ചു വരുന്നുണ്ട്. ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരാഴ്ചത്തേക്കുള്ളത്. രണ്ടുപേരും കൂടി തലേ ദിവസത്തെ നെസിറിൻ്റെ പരാക്രമത്തെക്കുറിച്ചാണ് ഡിസ്കഷൻ. ഈ സംസാരത്തിനിടയിൽ കതകുമുട്ടി അകത്തേക്ക് വരുന്നു മർജാൻ. നമുക്ക് സംസാരിക്കണം. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല, പക്ഷേ എനിക്കുണ്ട്. ഇത് കേട്ട് ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞ് ജമാൽ അവിടെ നിന്ന് ഇറങ്ങി. ഞാനാണ് നിന്നെ ഷൂട്ട് ചെയ്തത്, സോ പണിഷ്മെന്റ് എനിക്ക് മാത്രം മതി. എൻ്റെ ഫാമിലിയെ തുടരരുത് നീ. ഇത് കേട്ടുകൊണ്ടാണ് മുസയാനത്തിൻ്റെ വരവ്. പിന്നെ പറയണോ, ദേഷ്യം കൊണ്ട് വിറച്ച് അവരകത്തേക്ക് വന്ന് മർജാന്റെ കരണത്തൊരൊറ്റ അടി. അടുത്ത അടിക്ക് അവർ കൈ ഓങ്ങിയപ്പോൾ ആദേശ് അവരെ പിടിച്ചു നിർത്തി. വിടന്നെ, അമ്മ നിർത്ത്. ഇവളെ വെറുതെ വിടാനോ? ശരി നടക്ക്, നമുക്ക് താഴെ പോയി സംസാരിക്കാം. അത് പറഞ്ഞ് തിരിഞ്ഞു നടക്കുമ്പോൾ അവൻ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. മുസയാന അങ്ങനെ ചെയ്യുമെന്ന് അവനും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി അവൾ ഗാർഡനിൽ പോയി പൊട്ടിക്കരയാണ്. എന്ത് പണിയാ അമ്മയെ കാണിച്ചത്? എന്തിനാ അവളെ അടിച്ചത്? അമ്മ ഒരു പെണ്ണല്ലേ? അതെ, ഞാൻ അടിച്ചു. പിന്നെ അത് കേട്ടിട്ട് ഞാൻ അടങ്ങിയിരിക്കണമായിരുന്നോ? നീ എന്തിനാ അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഈ ശബ്ദം കേട്ട് അസ്ലിയും ജമാലും വന്നു. എന്താ അമ്മേ, എന്തിനാ ഇങ്ങനെ ഒച്ചയിടുന്നത്? ആദേശിനെ ഷൂട്ട് ചെയ്ത് ആരാ നിനക്ക് കേൾക്കണ്ടേ? അതവളാ, ആ പെണ്ണ് മർജാൻ. എന്താ? അവൾക്ക് അത്രയ്ക്ക് ധൈര്യമോ? കൊല്ലുമെന്ന് ഞാൻ അവളെ. ഒന്ന് നിർത്ത്. ഇതാ ഞാൻ നിങ്ങളോടൊന്നും പറയാതിരുന്നത്. നിങ്ങൾക്കൊട്ടും ക്ഷമയില്ല. ക്ഷമയോ? അവൾ ക്ഷമിക്കാൻ പറ്റിയ കാര്യമാണല്ലോ ചെയ്തത്. ക്ഷമ മാത്രമല്ല, വേണമെങ്കിൽ ഒരു അവാർഡും കൊടുത്തേക്കാം. അവളെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നിങ്ങൾ അതിൽ ഇടപെടണ്ട. നിങ്ങൾ ഇങ്ങനെ റിയാക്ട് ചെയ്ത് ഇതുവരെ കൊണ്ടെത്തിച്ചത് പഠിക്കൽ കൊണ്ടിട്ട് നശിപ്പിക്കരുത് എന്ന് പറഞ്ഞ് അവരെ ആദേശ് സമാധാനിപ്പിച്ചു. അടുത്ത സീനിൽ ഹൈദർ ആദേശ് ഇത് പോലീസിൽ പറഞ്ഞാലുള്ള തങ്ങളുടെ റെപ്യൂട്ടേഷനെ പറ്റി വേവലാതിപ്പെടുകയാണ്. അവൻ കേസ് കൊടുക്കാതിരുന്നുകൊണ്ട് ഉറപ്പായിട്ട് അവൻ മറ്റെന്തോ പ്ലാനുണ്ട്. അവൾ വരട്ടെ, ചോദിക്കാം. ഈ ഗൂഢാലോചന കണ്ടാണ് മർജാന്റെ വരവ്. നീ ആദേശിനോട് സംസാരിച്ചോ? ഞാൻ എൻ്റെ തീരുമാനം അറിയിച്ചു. അതായത് ഞാൻ അവനെ അനുസരിക്കാൻ പോവുകയാണ്. എന്ത്? ഇല്ല, അങ്ങനെ സംഭവിക്കരുത്. എനിക്ക് നിങ്ങളുടെ സിമ്പതിയുടെ ഒന്നും ആവശ്യമില്ല. ഈ മാരേജ് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ പണിഷ്മെൻറ്റ്, ജയിലിൽ പോകുന്നതിലും. ഞാനിത് അക്സെപ്റ്റ് ചെയ്തു. പെട്ടെന്ന് ചീച്ചക്, പോലീസുകാർ വന്നിട്ടുണ്ട്, ആദേശ് സാറിനെ അന്വേഷിക്കുന്നു എന്ന് പറയുന്നു. വരാൻ പറയൂ. മിണ്ടരുത്, ഓക്കെ? ആരും ഒന്നും മിണ്ടരുത്. ഇവിടെ ആദേശ് ആരാണ്? ഞാനാണ് ആദേശ്. വരൂ, ഇരുന്ന് സംസാരിക്കാം. നിങ്ങളെ ഷൂട്ട് ചെയ്തത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? തീരുമാനിച്ചുറപ്പിച്ച മർജാൻ സ്വയമേ കുറ്റം സമ്മതിക്കാൻ ആഞ്ഞതും ആദേശ് ഇടയ്ക്ക് കയറി പറഞ്ഞു. ഇല്ല, ഞാൻ കണ്ടില്ല. ഞാൻ തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് സംഭവിച്ചത്. പക്ഷെ ഇത് കേട്ട് എല്ലാവരും അത്ഭുതപ്പെട്ട് തമ്മിൽ നോക്കി. ഇവൻ എന്താ ഉദ്ദേശിക്കുന്നേ? പിന്നെ കൂടുതലൊന്നും പറയാനില്ലാത്തതുകൊണ്ട് പോലീസുകാർ പോയി. അവർ പോയപ്പോൾ ആദേശ് ജമാലിനോട് എന്തോ കണ്ണുകൊണ്ട് കാണിച്ചു. നീ എന്താ ചെയ്യുന്നത്? പണിഷ്മെന്റിന്റെ കാര്യമാണെങ്കിൽ നിനക്കിതല്ല, ഇതിലും വലുതാണ് ഞാൻ നിനക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് ജമാൽ ഒരു ഗിഫ്റ്റ് ബോക്സ് എടുത്ത് ആദേശിന്റെ കയ്യിൽ കൊടുത്തു. അവനത് തുറന്ന് അതിലുള്ള വെഡ്ഡിംഗ് ഡ്രസ്സ് എടുത്ത് മർജാന്റെ നേരെ എറിഞ്ഞു. നാളെ നമ്മുടെ വിവാഹമാണ്. ഇത് കേട്ട് എല്ലാവരും കിളിപോയി നിൽക്കുന്നു. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഒരു പുതിയ എപ്പിസോഡുമായി നാളെ കാണാം. ഇതുവരെ കൂടെ ഉണ്ടായിരുന്നത് RJ അന്നക്കുട്ടി.